കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ഏറെ പ്രത്യേകമായിട്ട് നിത്യതയോളം നമ്മളെ സ്നേഹിക്കുന്ന ദൈവപിതാവിൻ്റെ വലിയ കാരുണ്യത്തിൻ്റെ ഭാഗമായ മരിയൻ ഉടമ്പടിയുടെ ഭാഗമാക്കി നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഉയർത്തിയതിന് നമുക്കൊരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറയാം. നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള എല്ലാ മക്കളുടെയും നിയോഗങ്ങൾ ഒരു നിമിഷം നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓൺലൈനായും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ വഴിയായും കൃപാസനത്തിലെ ഓൺലൈൻ ശുശ്രൂഷകളിലും പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങൾ ഒരു നിമിഷം ഈ അൾത്താരയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനം നയിക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനും ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അച്ഛൻ്റെ അധരങ്ങളിലൂടെ പ്രദാനം ചെയ്യപ്പെടുവാനും അത് കേൾക്കുന്ന നമ്മളിൽ ആന്തരികമായ വലിയ ചലനങ്ങളുണ്ടായി പുതു സൃഷ്ടികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മീഡിയയിലായിരിക്കുന്ന സഹോദരങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്ന സഹോദരങ്ങൾ, സൗണ്ട് കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങൾ, ഗാന ശുശ്രൂഷയിലായിരിക്കുന്നവർ, ഈ ആലയത്തിൽ ഈ സമയം ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ വലിയ നിയന്ത്രണം എല്ലാ മേഖലകളിലും ഉണ്ടാകുവാനും ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളിലും അപ്പായുടെ കയ്യൊപ്പുണ്ടാകുവാനും ഞങ്ങളെയും സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള, ഓൺലൈനായി ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള എല്ലാ സഹോദരങ്ങളുടെയും ഉടമ്പടി നിയോഗങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളെ ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ, അങ്ങയുടെ ശക്തി ഈ ആലയത്തിൽ ഈ നിമിഷം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അയോഗ്യതകളെ പരിഗണിക്കാതെ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവൻ കാത്തിരിപ്പു. ആത്മനാഥൻ യേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആരാധനയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും പുകഴ്ചയും
അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗൃഹത്തിലൊരായിരം നാൾ വാഴ്വതിക്കാളെത്ര മോഹനം. അന്യഗൃഹത്തിലൊരായിരം നാൾ വാഴ്വതിക്കാളെത്ര മോഹനം. ആരാധന ആരാധന ആയിരം ആരാധന. കരങ്ങൾ വീശി ദൈവസ്നേഹത്തോടെ പാടാം. ആരാധന ആരാധന ആത്മാവിൽ ആത്മാവിൽ ആരാധന. ആരാധന ആരാധന ആയിരം ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്ക് കുറേ ഉടമ്പടി പ്രകാരം ദൈവം മരിയൻ ഉടമ്പടി കുറേ നേർച്ച വസ്തുക്കൾ തന്നിട്ടുണ്ടല്ലേ. അതൊക്കെ നമ്മൾക്ക് ബുദ്ധി പ്രയോഗിക്കാനുള്ളതാണ്. പ്രത്യേകിച്ച് ഉടമ്പടി ഉപ്പ്, ഉടമ്പടി കാശ്രൂപം, പിന്നെ പച്ചത്തിരി നീലത്തിരിയും ഒരേ സമയം തന്നെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതും വിശ്വാസം പ്രത്യാശിക്കുന്നതുമാണ്. ഒരേ സമയം തന്നെ പ്രത്യാശയും വിശ്വാസവുമാണ്. ഇപ്പോൾ പച്ചത്തിരി ഉപയോഗിക്കുമ്പോൾ നമ്മളതിൻ്റെ നമുക്കൊരു പ്രത്യാശയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. എന്താണ് കരിഞ്ഞു കിടക്കുന്ന അവസ്ഥകളിൽ നിന്നല്ല. നമ്മളിപ്പോൾ ജീവിതം ഉണങ്ങി വരണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അഹ്റോൻ്റെ വടിയെ പച്ച നിറമുള്ള ഇലകൾ കൊണ്ട് ഉണക്ക വടിയെ തിളപ്പിച്ച പോലെ ദൈവം എൻ്റെ ജീവിതത്തെയും തളർപ്പിക്കും. അതാണ് പച്ച. Take the bread of God. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ആരാധന കൈവിശുകൊണ്ട് ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. സംഖ്യ 17:8. സംഖ്യാപുസ്തകം 17:8 പിറ്റേ ദിവസം മോശ സാക്ഷ്യ കൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിനു വേണ്ടിയുള്ള അഹ്റോന്റെ വടി മുള പൊട്ടി പൂത്ത് തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. ഒരു വല്ലാത്ത കാഴ്ചയാണ്. ദൈവത്തിൻ്റെ ശക്തി ഒരു മനുഷ്യനിലുണ്ടോ ഇല്ലയോ എന്ന് ജനം സംശയിച്ചപ്പോൾ ദൈവം അടയാളം കൊടുത്തതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് നിങ്ങളെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, എല്ലാവരും ഇവിടെ ഒയിറ്റിക്കാതെ നിൽക്കുകയാണ്. എത്രാമത്തെ പ്രാവശ്യം എന്ന് ചോദിച്ചു. അപ്പോൾ അവളോട് കരഞ്ഞ്. അവളോട് മാത്രമേ ചോദിച്ചുള്ളൂ, വേറെ ആരോടും ചോദിച്ചില്ല. എത്രാമത്തെ പ്രാവശ്യമാണെന്ന് ചോദിച്ചു. അപ്പോൾ കരഞ്ഞ്. എന്നോട് പറഞ്ഞ് 10ാമത്തെ പ്രാവശ്യം. കുടുംബം എന്തുമാത്രം വെളുത്ത് കാണും. ഇപ്പോഴും അവൾക്ക് ഹോപ്പില്ല. പക്ഷെ കർത്താവ് അവളോട് പറഞ്ഞ് ചോദിക്കാൻ, എന്താണ്, ഇനി നിൻ്റെ ബുദ്ധി കൊണ്ടല്ല, നിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട് ഞാൻ നിന്നെ ജയിപ്പിക്കുമെന്ന് കൈയടിച്ച് കർത്താവ് ഒരുമിച്ച് പാടുക. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി
ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ഈ വാഗ്ദാന പേടകം നമ്മുടെ ഈ അഹരോൻ്റെ ഉണക്ക കമ്പ് അത് ബദാം കായ്ച്ച് പച്ച ഇലകൾ ചാർത്തി ബദാം കായ്ച്ച് നിൽക്കുന്നത് വാഗ്ദാന പേടകത്തിൻ്റെ അരികിലാണ്. അതാണ് സമാഗമ കൂടാരത്തിൻ്റെ ഉള്ളിലാണ് ഇതുപോലെ വാഗ്ദാന പേടകം. അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ ചെയ്യണം? നിങ്ങളുടെ ജീവിതം കരിഞ്ഞുപോയി, ബിസിനസ് വന്ന് കടം കയറി മുടിഞ്ഞുപോയി, നിങ്ങൾക്ക് ജപ്തി നടപടിയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകത്തിൽ ആ ഉണക്ക കമ്പിനെ വെക്കുക അല്ലേ? വെച്ചിട്ട് പോയിട്ട് നിങ്ങൾ പച്ചത്തിരി കത്തിക്കും. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. അവൾക്കൊരു സ്വപ്നം ഉണ്ടായി. ഒരു പച്ച വെളിച്ചം ഇങ്ങനെ കടന്ന് അടുത്തടുത്തേക്ക് വന്നിട്ട് അതിൽ നിന്ന് കൃപാസനം മാതാവിൻ്റെ രൂപം വിരിഞ്ഞ് വരണേ. പിന്നെ പിറ്റേ ദിവസം മുതൽ ഉടമ്പടിക്ക് അടിക്കടി അടയാളം ലഭിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പച്ച നിസ്സാരമല്ല ശരിക്കും. പച്ചയുടെ ഉടമ്പടിയുടെ പ്രത്യാശയുടെ കളറാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലേ അലക്സ് തോമസ് എന്നും പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്നൊരു സാക്ഷ്യമുണ്ടായി. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അടിക്കടി തകർച്ച സംഭവിക്കുമ്പോഴും പുള്ളി പറയും, ഞാൻ ഉടമ്പടിയുടെ ബലത്തിൽ ഞാൻ മുന്നോട്ട് പോയി, ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, അതാണ് എന്നിട്ട് ഞാൻ മുന്നോട്ട് പോയി. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു അളിയനുണ്ട്, ഭാര്യയുടെ ആങ്ങള. അപ്പോൾ ഭയങ്കര അടുപ്പമുള്ള അങ്ങർക്ക് ലിവർ ക്യാൻസർ വന്നു. അതായത് ലിവർ സിറോസിസ് വന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിവർ കംപ്ലീറ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴദ്ദേഹം വന്ന് ലിവർ ട്രാൻസ്പ്ലാന്റിന് അദ്ദേഹത്തിൻ്റെ ബ്രദറിലോ ഹോസ്പിറ്റലൈസ് ആയപ്പോൾ അദ്ദേഹം വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഡോണറിനെ കിട്ടി, കരൾ കൊടുക്കാനുള്ള ആളെ കിട്ടി. പക്ഷേ അവിടെ ചെന്നപ്പോൾ കരൾ തരാനുള്ള ആളെ കിട്ടി. പക്ഷേ എന്താ കുഴപ്പം? ഇയാൾക്ക് ഇൻഫെക്ഷനായിപ്പോയി. ആർക്ക്? ലിവർ മാറ്റി വെക്കേണ്ട ആളിന് ഇൻഫെക്ഷനായി. അപ്പോൾ ഈ ഉടമ്പടി എടുത്ത അലക്സ് തോമസ് പറയണത്, സാക്ഷ്യത്തിൽ പറയണത്, ഞാനത് മൈൻഡ് ചെയ്യില്ല, ഇൻഫെക്ഷനായിട്ട് ഞാൻ മൈൻഡ് ചെയ്യില്ല. എന്താ കാര്യം? ഞാൻ ഉടമ്പടിയുടെ ബലത്തിൽ മുന്നോട്ട് പോയെന്ന്. അതാണ് പച്ചയെന്ന് പറഞ്ഞത്, അതാണ് പ്രത്യാശ. അങ്ങനെ ഇടയ്ക്കൊക്കെ സംഭവിക്കും, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. കാര്യം ഞാൻ എൻ്റെ ദൈവമായിട്ടാണ് ഉടമ്പടി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി പ്രാർത്ഥിക്കുക, കർത്താവേ ഉടമ്പടി കാലങ്ങളിൽ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകളെ അവഗണിച്ചുകൊണ്ട് ധൈര്യത്തോടെ പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ പ്രത്യാശയുടെ വരങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രത്യാശയുടെ വരങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രത്യാശ നൽകണമേ. പ്രത്യാശ എന്ന ദൈവിക പുണ്യം ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. അപ്പോൾ ഉടമ്പടിയുടെ കാലഘട്ടങ്ങളിലെ പ്രോസസ് ടൈമില്ലേ, എൻ്റെ പ്രക്രിയാ സമയം, ഈ പ്രക്രിയാ സമയങ്ങളിൽ എപ്പോഴും ദൈവം നമ്മളോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും.
അല്ലാതെ നമ്മൾ ഉടനെ ഉടമ്പടി എടുക്കണ കാലത്ത്, ഉടമ്പടിയിൽ ഇരിക്കണ സമയത്ത് ഉണ്ടാകുന്ന ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ല എന്ന് ചില പൊട്ടിപ്പെണ്ണുങ്ങൾ പറയും. അങ്ങനെ നിങ്ങൾ പൊട്ടികൾ വാസ്തവത്തിൽ ഉടമ്പടി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് ഞാൻ എപ്പോഴും നിങ്ങൾ പറയും, യൂദാസ് പുണ്യാളനെയൊക്കെ പെട്ടിക്കൊണ്ടുവന്ന് എഴുതിയിടുന്ന പോലുള്ള എഴുതിയിടലല്ല ഈ സംഭവം. ഇത് ദൈവവുമായിട്ടുള്ള ഒരു ബയലാട്ടറൽ എഗ്രിമെൻറ്റിൽ ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടാകും. നിങ്ങൾ ഓർക്കണത് ഇപ്പോൾ യൂദാസ് പുണ്യാളൻ്റെ പെട്ടിക്കൊണ്ടുപോയി നിങ്ങൾക്ക് വിവാഹം നടക്കണം, ജോലി കിട്ടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂദാസ് പുണ്യാളൻ്റെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾ അത് നടക്കാൻ പറ്റണമെങ്കിൽ നടക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ദൈവമായിട്ട് പരിശുദ്ധ അമ്മ വഴി ഉടമ്പടി ചെയ്യുമ്പോൾ ഈ രണ്ട് കക്ഷികൾക്കും നിങ്ങൾക്കുള്ള ഉദ്ദേശമുണ്ടാകും. കാര്യം ഇത് ഉടമ്പടി ആയതുകൊണ്ടാണ്, അല്ലാതെ അപേക്ഷ കെട്ടിത്താത്തണ പരിപാടിയല്ലല്ലോ. ഉടമ്പടി ആയതുകൊണ്ട് ഉടമ്പടി പ്രകാരം ദൈവത്തിന് സ്വപ്നങ്ങളുണ്ട്. ആരെക്കുറിച്ച്? നമ്മളെക്കുറിച്ച്. ദൈവം ഈ ഉടമ്പടി കാലം കഴിയുന്നതിനുള്ളിൽ നിങ്ങൾ ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിന് ഐഡിയ ഉണ്ട്. അതാണ് പല ആൾക്കാരുടെ ഉടമ്പടി ആൻസറബിൾ അല്ലാതെ ഇരിക്കുന്നത്. കാര്യം ദൈവത്തിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണില്ല. നിങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടി കണ്ണീരിട്ടുകൊണ്ട് ഇങ്ങനെ ഓലിയിട്ട് നടക്കാമെന്നല്ലാതെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ ദൈവപൈതലായി മാറിയോ? നിങ്ങൾ കർത്താവിന് വചനം കൈമാറിയോ? അത് സന്തോഷത്തോടെയാണ് കൈമാറിയത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച് സാക്ഷ്യം പറയണത്, എനിക്ക് 2 പ്രാവശ്യം പുതുക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വന്നതെന്ന്. നമുക്ക് അപ്പോഴെങ്കിലും അവൾക്ക് ബോധം വന്നല്ലേ. എന്താ കാര്യം? അവൾക്ക് ഈ പത്രം കൊടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. ബാക്കിയെല്ലാം അവൾ ചെയ്യുന്നുണ്ട്. ആ കണക്കിനൊക്കെ ഒപ്പിച്ച് ദൈവത്തിന് കംപ്ലൈൻറ്റ് ഇല്ലാത്ത രീതിയിൽ ഒപ്പിച്ച് ചെയ്യുന്നുണ്ട്. പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, വചനമൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ പത്രം കൊടുക്കത്തില്ല കക്ഷി. പത്രം കൊടുത്ത് അവളുടെ കൂട്ടുകാർ കാണുമെന്നാണ് അവൾ പറയണത്. എന്നൊക്കെ ഭ്രാന്തുണ്ടാകുന്ന ആൾക്കാർ ചോദിക്കും. അതുകൊണ്ട് പത്രം ഞാൻ അമ്മയെ കൊണ്ടാണ് കൊടുപ്പിക്കണമെന്നാണ്. അതായത് ഈ ഉടമ്പടി നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ള ജോമോളിലൊക്കെ അറിയാം, അല്ലെങ്കിൽ വിജയകുമാറിനറിയാം. അവരാണല്ലോ ഫസ്റ്റ് ഹാൻഡ് ഡിസേബിളായിട്ട് വരുന്നത്. അപ്പോൾ അവർക്കറിയാം ഇത് ഉടമ്പടി എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊമോഷൻ. ഇത് ഓൾ ഓൺ എ സഡൻ വന്നതാണ്. ഓൾ ഓൺ എ സഡൻ വെച്ചാൽ വിത്തിൻ 72 മണിക്കൂറിനുള്ളിലാണ് ഉടമ്പടി മൊത്തം സംഭവങ്ങൾ വെളിപ്പെട്ടത്. അല്ലാതെ ഇങ്ങനെ കണ്ട് പഠിച്ചു കേട്ടു മനസ്സിലാക്കി എന്നിട്ട് ഓരോ കാര്യം ഇങ്ങനെ ആഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ വന്നതല്ല. പച്ചത്തിരി, നീലത്തിരി, ഉപ്പ്, ഉടമ്പടി തൈലം, ഉടമ്പടി കാശുരുവോ എല്ലാം എനിക്ക് വേണം 72 മണിക്കൂറല്ല. ഒരു എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് ഓൺലൈനിൽ ആണിതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിതിൻ്റെ അർത്ഥം പോലും അറിയാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. പിന്നീട് ബൈബിളിലേക്കൊക്കെ പോയി ഇതിൻ്റെ അർത്ഥം എഴുതണമല്ല നമ്മൾ. ആൾക്കാരോട് പറഞ്ഞിട്ട് അത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതി എന്ന് കത്തോലിക്ക സഭയൊന്നും പറയാൻ പറ്റത്തില്ല. ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് സഭാപിതാക്കന്മാരോട് വൃത്തിമേനമായിട്ട് ഇതിൻ്റെ തിയോളജിക്കൽ കൊണോട്ടേഷൻസ് എന്താണ്, ബിബ്ലിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന്, അതിൻ്റെ തിയോളജി എന്താണെന്ന് വി മസ്റ്റ് എക്സ്പ്ലെയിൻ. അപ്പം ഞാനത് ഈശോയോട് പറഞ്ഞപ്പോൾ ഈശോ എനിക്ക് കുറേ വചനങ്ങൾ തന്നു. ആ വചനങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് ഓരോ കാര്യത്തിലും. അപ്പോഴാണ് ഈ ബദാം കായ്ക്കണ കാര്യമൊക്കെ ഞാൻ അറിയണത്. പച്ചത്തിരിയെന്ന് എഴുതി വെച്ചെന്നല്ലാതെ ബദാം കായ്ക്കണ കാര്യമൊന്നും. അഹ്റോൻ്റെ ഉണക്കവടിയാണ് പിന്നീട് ദൈവം അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ദൈവശക്തിയാൽ അത് പച്ച ഇലകളായിട്ട് മാറണമെന്നും അത് പ്രത്യാശയാണെന്നും ഉടമ്പടി വെച്ച കാര്യങ്ങൾക്കെല്ലാം നമുക്ക് പ്രത്യാശ ഉണ്ടായാൽ മതിയെന്നും. അപ്പം നിങ്ങൾക്ക് ഉടമ്പടി വെച്ച കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രത്യാശ ഇല്ലെങ്കിൽ ഈ ജപ്തി നടപടിക്കാരൻ വരുമ്പോൾ അത് അവരിപ്പോൾ നമുക്ക് ജപ്തി വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്തു. അപ്പം ജപ്തി ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഉടമ്പടി ചെയ്തല്ല, ആ ഉറപ്പിലൊക്കെ നമ്മൾ ഇരിക്കരുന്ന്. അപ്പോൾ എൻ്റെ ബാങ്കുകാരൻ വന്ന് പറയുന്നത് 19-ാം തീയതിയാണ് ജപ്തി എന്ന്. മാതാവ് ഉടമ്പടി ഇടും 19-ാം തീയതി ഡേറ്റ് ജപ്തിയായ. അപ്പോൾ തന്നെ നമ്മൾ കണ്ടിച്ച് വീണ് ഉടമ്പടി എടുക്കാത്ത പോലെ ഇരുന്ന് മോങ്ങിയെന്ന് വിചാരിച്ചോ. അപ്പോൾ ഉടമ്പടി ബ്രേക്കാവും. സംഭവം പ്രത്യാശ ഇവർക്കില്ല. അപ്പോൾ ഉടമ്പടി ബ്രേക്കാവും. ഇപ്പോൾ ഇന്ന് ഈ അലക്സ് തോമസിൻ്റെ കഥ കണ്ടില്ലേ? അലക്സ് തോമസ് ഉടമ്പടി ചെയ്തു. അനിയൻ ഈ അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ ലിവറിന് വീണ്ടും ഇൻഫെക്ഷനായി. അതൊക്കെ മൈൻഡ് ചെയ്യില്ല. ഉടമ്പടി ആ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റിൽ അദ്ദേഹം മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷൻ മാറി, ലിവർ മാറ്റിവെച്ചു കഴിഞ്ഞപ്പോൾ ഡോണർ അപ്പം തന്നെ എഴുന്നേറ്റ് പോയി. 72 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ലിവർ കണ്ടിച്ച് കൊടുത്ത ആൾ
ആശുപത്രിയിൽ നിന്ന് അയാൾ എഴുന്നേറ്റ് പോയി. പക്ഷേ അളിയനെ ഇപ്പോഴും ബോധം വന്നില്ല. അപ്പം പെങ്ങളും നാട്ടുകാരും ഒക്കെ ബുദ്ധിമുട്ടാകും. കാര്യം എന്താ, അയാൾ മറ്റത് ലിവറും കൊടുത്ത് അയാൾ പോയി. പക്ഷേ ലിവർ സ്വീകരിച്ച ആളിന് ബോധമില്ല, 20 ദിവസമായിട്ടും ബോധം വന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വെന്റിലേറ്റർ മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞ്. അപ്പോഴും അലക്സ് തോമസ് പറയും, ഉടമ്പടി എടുത്തതാണ്, ദൈവം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. അതാണ് പ്രത്യാശ എന്ന് പറയണത്. ആ അളിയന് ബോധമില്ലാതെ മറ്റാൾ പോവുകയും അളിയന് ബോധമില്ലാതെ വീണ്ടും തുടരുകയും പിന്നെ സിറ്റുവേഷൻസ് മോശമായി വെന്റിലേറ്ററൊക്കെ കൊണ്ടുപോകാൻ നേരത്ത് ഉടനെ അലക്സ് തോമസ് ഇവിടെ വന്നിട്ട് മാതാവിന് പറയും, അളിയനെ വെന്റിലേറ്ററിൽ കയറ്റുകയാണെന്ന് പറയും. അളിയനെ വെന്റിലേറ്ററിൽ കയറ്റുകയാണെന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു പോകും. രാത്രി ആ വെന്റിലേറ്റർ കയറ്റാനുള്ള ആൾ കണ്ണ് തുറക്കും. അതായത് ആ മനുഷ്യനെ ഉടമ്പടി തന്നെ ഉറച്ചു നിന്നിട്ട് ഉടമ്പടി അല്പം ക്ലേശകരമായിട്ട് പോകണമെന്ന് കണ്ടപ്പോൾ അത് ഉടമ്പടി എടുത്ത ആളിനടുത്ത് തന്നെ പറയുന്നത്, സിറ്റുവേഷൻസ് ഇത്തിരി മോശമാണ്, കൂടെ നിൽക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല, ഞാനിങ്ങനെ തടിയെ പോലെ നിൽക്കണമെന്നേ ഉള്ളൂ, അത് നിൻ്റെ ഉറപ്പിലാണ് നിൽക്കണത്, വേറെ എല്ലാവരും ഡൗൺ ആയിട്ടുണ്ടെന്ന് പറയും. നമ്മൾ പോകുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളും ദൈവാനുഭവമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിന് ബുദ്ധി വേണം. ഞാൻ പറയുന്നത് ഇതിന് ഉടമ്പടിക്കൊരു ബുദ്ധി വേണം. അല്ല നമ്മൾ ബുദ്ധി ഇല്ലാത്തവർ പോലെ കരയാനും വിഷമിക്കാതിരുന്നാൽ ഉടമ്പടി ബ്രേക്കാവും. ദൈവം നോക്കണത് ഈ ഉടമ്പടി എടുക്കാൻ ആവശ്യമായ തനത് കൃപ. നമുക്ക് എപ്പോഴും വരണത് തനത് കൃപയെന്നും പറഞ്ഞൊരു വിഷയമുണ്ട്. ഇപ്പം നമുക്കൊരു സാധാരണ ഒരു വിശ്വാസി ജീവിച്ചു പോണേ, അവന് ഇഷ്യൂസൊന്നുമില്ല, അല്ലെങ്കിൽ ഉണ്ട്, രോഗങ്ങളുണ്ട്, ജോലിയില്ല, സ്വാഭാവികമായിട്ട് കേരളത്തിലുണ്ടാകുന്ന കേരള ഡിസീസ് മാത്രമേ അവനുള്ളൂ. കേരള ഡിസീസ് എന്ന് പറഞ്ഞത് മുതിർന്നവർക്ക് ചിലർക്ക് പെൻഷൻ കിട്ടണില്ല, ചിലർക്ക് കിട്ടുന്നുണ്ട്, ചിലർക്ക് ജോലിയില്ല, ചിലർക്ക് റേഷൻ കട്ടായിരിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള സാധാരണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കോമൺ പ്രശ്നങ്ങളേ ഉള്ളൂ. ചിലർ ഏജൻറ്റുമാർ പറ്റിച്ചിരിക്കുന്നു, ചിലർ വിസ ട്രബിളിൽ വന്നിരിക്കുന്നു. അപ്പോൾ ചിലരുടെ റിസൾട്ട് വെറുതെ വിത്ത് ഹോൾഡായിട്ട് ലാഗ് ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് വേറെ സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്ത് കിട്ടിയിട്ട് വേറെ രാജ്യത്തേക്ക് പോകാൻ പറ്റണില്ല. ഇങ്ങനെയുള്ള കേരള തടസ്സങ്ങൾ, നമ്മുടെ രാജ്യത്തുള്ള തടസ്സങ്ങളുണ്ട്. ഇതല്ലാതെ എക്സ്ട്രാ തടസ്സങ്ങളുള്ളവരുണ്ട്. സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത, ഒരു 60% പേർക്കും ഇല്ലാത്ത, ഒരു 40% പേർക്ക് മാത്രമുള്ള തടസ്സങ്ങളുണ്ട്. ചിലർക്ക് 20% പേർക്ക് മാത്രമുള്ള അപൂർവ തടസ്സങ്ങളുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായ ജീവിത കാലാവസ്ഥകൾ നമുക്കുണ്ട് ഓരോരുത്തർക്കും. അപ്പോൾ ഈ വ്യത്യസ്തമായ ജീവിത യാഥാർത്ഥ്യം നമ്മൾ മാത്രം അഭിമുഖീകരിക്കുന്ന, എന്നാൽ വേറെ ആൾക്കാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരാത്ത വിഷമങ്ങളാണ് തനത് വിഷമങ്ങളെന്ന് പറയുന്നത്, തടസ്സങ്ങൾ. ഈ തനത് തടസ്സങ്ങൾ ഇപ്പം നിനക്ക് മാത്രമുള്ള തടസ്സങ്ങൾ. ഇപ്പം നിൻ്റെ അണിയന് ഭയങ്കരമായിട്ട് കല്യാണ ആലോചന വരണം, ചേട്ടനായ നിനക്ക് കല്യാണ ആലോചന വരുന്നില്ല. അതാണ് നിൻ്റെ തനത് തടസ്സം. ഇത് ഈ വിഷയം എല്ലാം നമ്മൾ അടുത്തുള്ള പുരയിടങ്ങളൊക്കെ വിറ്റ് പോണ്, അവർക്ക് ആവശ്യമില്ലാത്തവർ പോലും വന്ന് മേടിച്ചുകൊണ്ട് പോണ്. പക്ഷെ നമ്മുടെ പുരയിടം നമുക്ക് ആവശ്യമുണ്ടായിട്ടും പുരയിടം മേടിക്കാൻ ആരും വരണില്ല. തനത് തടസ്സമെന്ന് പറയും. ഈ തനത് തടസ്സത്തിന് വേണ്ടത് തനത് ഗ്രേസാണ്, അതിൻ്റേതായിട്ടുള്ള ഓൺ ഗ്രേസ്, അതിൻ്റേതായിട്ടുള്ള ഗ്രേസ്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഏലിയായുടെ ഒരു സഹോദരനാണ്, പ്രവാചക സഹോദരനാണ് എലീഷ. എപ്പോഴും ഏലിയയെ കണ്ടപ്പോൾ എന്നോട് ഏലിയായോട് എലീഷ പറഞ്ഞത്, എനിക്ക് അങ്ങയുടെ കൃപയുടെ ഇരട്ടി പങ്ക് വേണമെന്ന് പറഞ്ഞു. അത് അത്രയുള്ള കാര്യം. നമ്മൾക്ക് ചെയ്യാനുള്ള മിഷൻ മറ്റുള്ളവരുടെ മിഷനേക്കാൾ പ്രയാസമേറിയതാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇരട്ടി കൃപയാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 2:9. 2 രാജാക്കന്മാർ 2:9. മറുകര എത്തിയപ്പോൾ ഏലിയ എലീശായോട് പറഞ്ഞു,
നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പോൾ ഏലിയ ചോദിക്കുകയാണ് പ്രവാചകനോട്. അവൻ എടുക്കപ്പെടുകയാണ്. അപ്പോൾ അതിന് എന്താണ് ഇവന് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. എലീശ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്, അങ്ങയുടെ കൃപയുടെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അവൻ പറഞ്ഞു, ദുഷ്കരമായ കാര്യമാണ്, പാടുള്ള കാര്യമാണെന്ന് ചോദിക്കണത് നീ ചോദിച്ചത്. എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും. കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല. അപ്പോഴ് എലീശയ്ക്ക് ഇരട്ടി പങ്ക് ദൈവം കൊടുക്കുന്നതായിട്ടാണ് ബൈബിൾ ചരിത്രം അവസാനിക്കുന്നത്. പക്ഷേ എന്തിനു വേണ്ടിയാണ്? എലീശയ്ക്ക് ഏലിയേക്കാൾ കൂടുതൽ ജോലി ചെയ്യാനുണ്ട്. മിഷൻ ബേസ്ഡ് ആയിട്ടാണ് പോണത്. അപ്പം നിങ്ങൾക്ക് ഇരട്ടി കൃപ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? ഇരട്ടി മിഷനാണ് ചെയ്യേണ്ടത്. വേറെ കാര്യമൊന്നുമില്ല. വെറുതെ വായിട്ട് അലക്കിയിട്ടുകൊണ്ട് കൃപ കിട്ടത്തില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇരട്ടി കൃപ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? ഇരട്ടി മിഷനാണ്. മറ്റുള്ള ആൾക്കാർ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂർ നിൽക്കുമ്പോൾ ഒരു പള്ളിയിൽ, അവിടുത്തെ സെൻറ്റ് മേരീസ് പള്ളിയിൽ കുർബാന കുർബാന കൂടിയിട്ട് ഇറങ്ങുകയാണ്. കുർബാന കൂടി ഇറങ്ങുമ്പോൾ റോഡ് സൈഡിലൊക്കെ കൃപാസനം പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇംഗ്ലീഷ് പത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വെയിലത്ത്, നല്ല വെയിലാണ്. നല്ല വെയിലത്ത് നിന്നുകൊണ്ട് അപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ച് ശരിക്കും പറഞ്ഞാൽ, അതായത് ഇവിടെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ അവിടെ കൂടെ അത് കൊടുക്കണില്ലേ എന്നൊക്കെ ചോദിക്കാൻ ആരുമില്ല. അവർ തന്നെത്താൻ അവർ വാങ്ങിച്ച പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈ എരിവെയിലത്തും പൊരിവെയിലത്തും സുന്ദരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഉടമ്പടിയിലെ ഏറ്റവും ടഫ് മിഷൻ ഈ പത്രത്തിൻ്റെ മിഷനാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ മാസം ഈശോ ചെയ്ത അത്ഭുതങ്ങൾ, അതാണ് ആ മാസം ചെയ്തത്. 100 മറ്റേ കാണും നമ്മൾ കൊടുക്കണത്. അതിലിരട്ടി ഉണ്ടാവും. ഒരു ദിവസം 10 അല്ലേ ഇടണത്, 10 ഉടമ്പടി സാക്ഷ്യങ്ങളല്ലേ ഇപ്പോൾ അപ്പ് ചെയ്യണത്. അപ്പോൾ അതിലൊരു 100 എടുത്തിട്ട് 10 ദിവസത്തെ എടുത്തിട്ടാണ് 10 കൊടുക്കണത്. അപ്പോൾ ഈ സാക്ഷ്യം വായിക്കുമ്പോൾ ആ സാക്ഷ്യം സ്ഥിരമായിട്ട് വായിച്ച് അഭിഷേകം പ്രാപിക്കുന്നവരുണ്ട്. സാക്ഷ്യം സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ അഭിഷേകം പ്രാപിക്കുന്നവരുണ്ട്. കാര്യം സാക്ഷ്യം കേൾക്കുമ്പോൾ പ്രശ്നം ദൈവം ചെയ്ത കാര്യമായതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി അതിൽ വിശ്വസിക്കുന്ന അനുസരിച്ച് നമ്മൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ രാത്രി 3 മണിക്കൊക്കെ എഴുന്നേറ്റ് ആൾക്കാർ സാക്ഷ്യം കേൾക്കുന്നുണ്ട്. അവർ സാക്ഷ്യം പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കണം. 3 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഉറക്കം വന്നില്ലല്ലോ. ഒരു സഹോദരി ഇന്നലെ പറഞ്ഞത്, എനിക്ക് ഉറക്കം വന്നില്ല. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുഞ്ഞിന് ഇപ്പം മിൻറ്റു എന്ന് പറഞ്ഞുകൊണ്ട് മോളുടെ സാക്ഷ്യം ഈ ആഴ്ചയിലുണ്ടായതാണ്. വലിയ സാക്ഷ്യമാണത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ മിൻറ്റു, ഞാൻ അയർലൻഡിൽ ധ്യാനം നടത്തുമ്പോൾ ആ അയർലൻഡിലെ ധ്യാനത്തിൻ്റെ ആരാധനയിൽ പങ്കെടുത്തപ്പോൾ പെട്ടെന്ന് അത്രയും നാൾ അനങ്ങാതിരുന്ന് ഗർഭത്തെ ശിശു ആരാധന സമയത്ത് കുതിച്ച് ചാടി. അപ്പോൾ കർത്താവ് മിൻറ്റുവിനൊരു അടയാളം കൊടുത്തതാണ്. എന്താണ്? നിൻ്റെ കുഞ്ഞ് എൻ്റെ കൈവപ്പുള്ളതാണ്. ഇനി കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഇഷ്യൂ വന്നാലും നീ മൈൻഡ് ചെയ്യരുത്. അതാണ് സംഭവം. ഇപ്പോൾ നമ്മൾക്കൊരു അടയാളം കിട്ടുമ്പോൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു എന്തെങ്കിലും തരത്തിൽ നമ്മളെ പ്രതിരോധത്തിലാക്കുന്ന എന്തോ സാധനം സംഭവിക്കാൻ പോകുന്നു, നമ്മൾ കലങ്ങരുതെന്ന അതിൻ്റെ അർത്ഥം. ഒരർത്ഥം അതാണ്. അപ്പോൾ മിൻറ്റു ഭയങ്കര സന്തോഷമായി. എന്താണ്? ആരാധനയിലല്ലേ ആദ്യമായിട്ട് ഗർഭദശിച്ച് തുള്ളിച്ചാടണത്. അപ്പോൾ കർത്താവിൻ്റെ കയ്യൊപ്പുള്ള കുഞ്ഞാണ് എന്നവൾ ധരിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുഞ്ഞിന് അതിൻ്റെ നടുവലിൻ്റെ മൂട്ടിൽ ഒരു മുഴ വരാൻ തുടങ്ങി, ട്യൂമർ വരാൻ തുടങ്ങി. അത് ട്യൂമറാണെന്ന് കണ്ട് ബ്ലീഡിങ്ങൊക്കെ വന്ന് നോക്കിയപ്പോൾ ട്യൂമറാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ട്യൂമർ വളർന്നു കൊണ്ടിരിക്കുമ്പോൾ വരുന്ന പ്രശ്നം, ട്യൂമർ എന്ന് പറഞ്ഞ ഒരു ബലൂൺ പോലെ ഇങ്ങനെ കുറേ വെള്ളമായിട്ടൊക്കെ ഇരിക്കും. അതിങ്ങനെ വളർന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുഞ്ഞിൻ്റെ
രക്തം മുഴുവനും ട്യൂമർ വിഴുങ്ങും. കുഞ്ഞ് രക്തമില്ലാതെ കുഞ്ഞിന് ലിവർ അടിച്ചു പോകും, ബ്രെയിൻ ചുരുങ്ങിപ്പോകും. അങ്ങനെ കിഡ്നി 3 പ്രശ്നമാണ് ട്യൂമർ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇവൾ കിടുങ്ങിപ്പോവും അങ്ങോട്ട്. കാര്യമൊക്കെ മനസ്സിലാവും, കുഞ്ഞ് മരിച്ചു പോകുമെന്ന് മനസ്സിലാവും, ട്യൂമർ വളരെ. പക്ഷേ ഇവൾ ഉടമ്പടിയിൽ അങ്ങ് ഉറച്ചു നിൽക്കും. ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉടമ്പടി ഉറച്ചു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വിഷയം, നമ്മുടെ വിഷയം എല്ലാം ദൈവത്തിൻ്റെ വിഷയമായി മാറും. കാര്യം ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ, അതാണ് വിഷയം. നമുക്ക് ജോലിയില്ല, ദൈവത്തിന് ജോലിയില്ല. നമുക്ക് പനിയാണോ, ദൈവത്തിന് പനിയാണ്. ഇതെല്ലാം ഇങ്ങനെയാണ് പോണത്. നമുക്ക് കടത്തിലാണോ, ദൈവവും കടത്തിലാണ്. എന്നാൽ ദൈവത്തിന് തനതായിട്ട് തോന്നും. ഇപ്പോൾ ഉടമ്പടിയുടെ അകത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, നിനക്കുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളെ ദൈവം ഏറ്റെടുത്ത് സ്വന്തം പോലെയാക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടി വഴിയായി ഞങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെ സ്വന്തമാക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറയുന്നതും ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി തീർന്നിടും. അപ്പോൾ ഇങ്ങനെ ഓരോ 3 മാസം സ്കാൻ ചെയ്യുമ്പോഴും ട്യൂമറൊപ്പം കൊച്ചിനൊപ്പം വലുതാകുകയും. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അബോർഷൻ ചെയ്ത് കളയണമെന്ന് ടിൻറ്റിൻ്റെ. അപ്പോൾ ഒരു 6-ാം മാസം ആയപ്പോഴും ഡോക്ടർ പറയും, ഇത് കുട്ടി മരിക്കും, നിനക്കും അപകടമാണ്, അബോർഷൻ ചെയ്ത് കളയണം. പക്ഷെ കളയത്തില്ല ഇവർ. കാര്യം ടിൻറ്റുവിൻ്റെ ഹസ്ബൻഡ് ലിജുവും അതുപോലെ തന്നെ വിശ്വാസമുള്ള ആളാണ്. ഇത് നമുക്ക് കർത്താവ് തന്ന LED എന്ന് ചോദിക്കും. ഒക്കെ ബോധമാണ്, അതാണ് ബോധം. ഒരു ഉടമ്പടി ഒരു ബോധമാണ്. അന്ന് ആരാധനയ്ക്ക് കുഞ്ഞ് തുള്ളിച്ചടിയില്ലേ, അപ്പോൾ കർത്താവിൻ്റെ കൈവപ്പായില്ലേ. അപ്പോൾ ഭർത്താവ് പറയും, ഇത് നമുക്ക് കർത്താവ് തന്നതല്ലേടി, കർത്താവാണ് തീരുമാനിക്കണം, നമ്മളൊന്നും ചെയ്യത്തില്ല എന്ന് പറയും. അപ്പോൾ ഭർത്താവും ഭാര്യയും കൂടി ആലോചിച്ചിട്ട് അവരൊന്നും ചെയ്യാതെ കുഞ്ഞിനെയും ട്യൂമറിനെയും അതിൻ്റെ വിധിക്ക് അങ്ങോട്ട് വിടും. ഇവൾ ഈ വയറും താങ്ങിക്കൊണ്ട് നടക്കുമ്പോൾ ഇവിടെ രാത്രി ഉറക്കം വരത്തില്ല. ഇവർക്ക് ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് അവൾ പറയും, ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് സാക്ഷ്യം കേൾക്കുമെന്ന്. കർത്താവ് അപ്പോൾ എന്നെ കർത്താവ് ബലപ്പെടുത്തും. ഈ കാലങ്ങളിൽ മനുഷ്യനെ ബലപ്പെടുത്തുന്നത് സാക്ഷ്യങ്ങളാണ് ശരിക്കും. കാര്യം ചവർ പോലെ സാക്ഷ്യങ്ങളല്ലേ എല്ലാ ദിവസവുമാണേ. അപ്പോൾ അത് ആ ഓരോ സബ്ജക്റ്റ് വൈസ് ഉണ്ടാവും. ഈ ഭൂമിക്ക് താഴെ അല്ല ഈ ഭൂമിക്ക് മുകളിലുള്ള മനുഷ്യൻ അനുഭവിക്കുന്ന മുഴുവൻ വിഷയങ്ങളെയാണ് ദൈവം ഉടമ്പടി കൈകാര്യം ചെയ്യണത്. അത് ഓരോ വിഷയങ്ങളെയും. അപ്പോൾ ഇവൾ പറയും ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, കൂടുതൽ വേദനയൊക്കെ വരുന്ന ബ്ലീഡിങ് കൂടുന്ന കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഉടമ്പടി തൈലം എടുത്തിട്ട് എൻ്റെ അടിവയറ്റിൽ തേച്ച് കുരിച്ചിടും. കാര്യം നമുക്ക് ഉടമ്പടിയിലെ ദൃശ്യമായ കുറേ അടയാളങ്ങൾ കയ്യിൽ തന്നിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ്? ഉടമ്പടി തൈലം, ഉപ്പ്, പിന്നെ എന്താണ്, കാശുരൂപം. അപ്പം കുറേ അടയാളങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇതൊന്നും നിങ്ങൾ കൈമാറ്റം ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം, അത് വർക്കൗട്ട് ചെയ്യണത് ആരാണ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കണത്, അയാളുടെ മൊറാലിറ്റിയിൽ മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ അയാൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് കണ്ണീരിട്ട് ദൈവതിരുസന്നിധി പറയാണ്, ഞാനിത് കാനഡയ്ക്ക് കൊടുത്തു വിടുകയാണ്, എൻ്റെ മകൾ അവിടെയാണ്, അവർക്ക് വേറെ ആരുമില്ല, എനിക്കും പോകാൻ പറ്റണില്ല, അതുകൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യണമെന്ന് ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യണത് അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്. പക്ഷേ ഉടമ്പടിക്ക് മുറുക്കമില്ല എന്നുണ്ടെങ്കിൽ ദൈവം അക്സെപ്റ്റ് ചെയ്യണം നിർബന്ധമില്ല. നീ ഉടമ്പടി ഉടപ്പിട്ട് ഇപ്പോൾ ഒരു കാര്യം വന്നപ്പോൾ ഉടമ്പടി തൈലം കൊടുത്തു വിടുകയാണെന്ന് പറഞ്ഞാൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇതെല്ലാം ഒരു കൈ ഇരിക്കുന്ന വടി മാത്രമാണ്. ഇപ്പം മോസസിനോട് പറഞ്ഞില്ലേ, നീ ഫറവോൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ മോസസിന് പേടിയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അയാൾ രാജാവ്, ചക്രവർത്തിയാണ്. ഇവൻ്റെ പിന്നിൽ ആൾ പോലും ഇല്ല, സ്വാധീനമില്ല, റെക്കമെൻഡ് ചെയ്യാൻ ആളില്ല, ട്രെയിൻ ചെയ്ത പട്ടാളക്കാരില്ല, പണമില്ല, ഒന്നുമില്ല. ഇവൻ ഒറ്റക്കാണ്. അപ്പോൾ മോസസ് പറയും, ഞാൻ ഒറ്റക്കാണല്ലോ, ഞാനെങ്ങനെയാണ് ചക്രവർത്തിയോട് സർവ്വസൈന്യാധിപനോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ദൈവം പറയും,
നിൻ്റെ കയ്യിലിരിക്കണത് എന്താണെന്ന് ചോദിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 4:2. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 4:2. പുറപ്പാട് 4:2. കർത്താവ് അവനോട് ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? എന്തെല്ലാം കയ്യിലുണ്ട്? ഉടമ്പടി തൈലമുണ്ട്, ഉടമ്പടി ഉപ്പുണ്ട്, ഉടമ്പടി കാശ്രൂപമുണ്ട്, അല്ലേ? എല്ലാം പല പ്രാവശ്യം വെഞ്ചരിച്ച് ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയിട്ട് ഇതിന്മേൽ തൊട്ടാൽ ശരിയാകത്തില്ല. ഉടമ്പടിയിൽ ബലവത്തായിട്ട് നിൽക്കണം. പറ പറ്റുള്ളൂ. നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞു ഒരു വടിയാണ്. അപ്പം നമുക്ക് തോന്നുമ്പോൾ ഒരു കാശ്രൂപമാണ്, ഇത്തിരി ഉപ്പാണ്, ഇത്തിരി ഒലിവ് എണ്ണയാണെന്ന് നമുക്ക് തോന്നും. അതായിരിക്കും. പക്ഷേ അത് പ്രയോഗിക്കുമ്പോൾ അത് മാറി, അതല്ലാതായി മാറും. അത് വായിച്ചോളൂ. അവിടുന്ന് കൽപ്പിച്ചു അത് നിലത്തിടുക. അത് നിലത്തിടുക. നമ്മൾ ഉപ്പൊക്കെ നിലത്തിടത്തില്ലേ? ഞാൻ എല്ലാവരോടും പറയും, ജപ്തി നടപടിയാണെന്ന് പറയുമ്പോൾ, സ്ഥലം വിൽക്കണില്ല എന്ന് പറയുമ്പോൾ, വീട് വിൽക്കണില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും അത് നിലത്തിടാൻ പറയും. എല്ലാ അതിരുകളിലും ഇടാൻ പറയും. എങ്ങനെ ഇടാൻ പറയും? വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിടാൻ പറയും. പ്രയോഗമാണ്, വിശ്വാസം പ്രയോഗിക്കുകയാണ്. അല്ല ചുമ്മാ സിനിമാ പാട്ടും പാടി ഇടാൻ പറഞ്ഞ സാധനമാണോ ഇത്? ബുദ്ധിമുതമില്ലാതെ ചുമ്മാ ഇങ്ങനെ ഉറുമ്പ് വരുമ്പോൾ തെള്ളുപൊടി ഇടണ പോലെ ഇടുന്ന സാധനമാണോ ഇത്? അല്ല. ആദ്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം നിങ്ങൾ വിശുദ്ധിയുള്ളവരാണെന്ന്. വിശ്വാസ പ്രമാണവും വിശുദ്ധിയും തമ്മിൽ കുറച്ച് ബന്ധമുണ്ട്. നിങ്ങൾ പ്രക്രിയയായിട്ട് ജീവിച്ചിട്ട് തോന്നിവാസം ജീവിച്ചിട്ട് വിശ്വാസ പ്രമാണം ചിലപ്പോൾ ആക്ടിവേറ്റ് ആകത്തില്ല. അതാണ് വിഷയം. കാര്യം എപ്പോഴും പ്രശ്നമുള്ളത് ദൈവം ചോദിക്കണം നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. അപ്പോൾ ഒറ്റ ഉത്തരവേ പാടാൻ പാടുള്ളൂ. നീ എന്ത് ചെയ്യുന്നു? ഞാൻ അബോർഷൻ ചെയ്യുന്നു. പോരെ? പണിയായില്ലേ? നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മര്യാദക്ക് ഉത്തരം പറയണം. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഉത്തരം പറയണം. ഞാനൊരു ഭർത്താവിനെ വെറുതെ ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി മോതക്കെട്ട് കിട്ടും ചിലപ്പോൾ. ഞാൻ ഇന്നലെ ഒരു പെണ്ണിനോട് ചോദിച്ചു, അത് നീ വഴക്കിട്ട് പോകുന്നതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ വടിവിട്ടേക്കാൻ പറഞ്ഞു. അവൾ തന്നെ വഴക്കിട്ട് പോന്നിട്ട് പാക ഉടമ്പടി ചെയ്യണമെന്നും പറഞ്ഞ് വന്ന് ഉടമ്പടി എടുത്ത് വെള്ളത്തിട്ട് കൊണ്ട് നിൽക്കണം. പാക ഉടമ്പടി ചെയ്യണം. അപ്പോൾ മാനേജർ എഴുതിയിട്ടുണ്ട് പാക ഉടമ്പടി ചെയ്യണം. മാനേജർ ചോദിക്കത്തില്ലല്ല. ഈ പാക ഉടമ്പടി ചെയ്യണമെന്ന് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞ് അവളോട് കാര്യം ചോദിക്കാൻ പറഞ്ഞ്. വേറെ ആരുമില്ല, അവളോട് മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ. ഞാൻ എല്ലാവരോടും സംസാരിക്കത്തില്ലല്ലോ. ഗ്രീൻ കേസാണെങ്കിൽ സംസാരിക്കത്തില്ല, റെഡ് കേസാണെങ്കിൽ എനിക്കറിയാൻ പറ്റും. ഞാൻ ചോദിച്ചു പാക ഉടമ്പടി ആരുടെ ഭാഗമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആരുടെ ഭാഗമാണ് ചെയ്യേണ്ടത്? ഭർത്താവിൻ്റെ ഭാഗം ഉടമ്പടി ചെയ്യണം. അപ്പോൾ നീ എവിടെ നിൽക്കണം? വീട്ടിൽ നിൽക്കണം. കൊള്ളിയായി എന്ന് പോകുന്നു. കെട്ടിയ കാലത്ത് പോകുന്നതാണ്. കെട്ടിയ കാലത്ത് ഇവളുടെ എന്തോ ഉടായ്പ ബന്ധത്തിൽ അല്ലെങ്കിൽ ബന്ധമില്ലെങ്കിലും അവളുടെ താല്പര്യക്കുറവാ, ചിലപ്പോൾ ഈ മദ്യപാനിയ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും. പക്ഷേ മദ്യപാനികളുടെ കൂടെ ആരും താമസിക്കണില്ലേ? കേരളം തന്നെ ജീവിക്കണ മദ്യപാനം കൊണ്ടാണ് അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഈ ഗവൺമെൻറ് ഇതൊക്കെ അടച്ചുപൂട്ടത്തില്ലേ? അപ്പം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഗവൺമെൻറ് തന്നെ അതിൻ്റെ സ്പോൺസറായി മാറുമ്പോഴേ ജീവിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അല്ല ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കൊന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ കാര്യം മദ്യപിച്ചാൽ ശരിയാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് പാപ സാഹചര്യങ്ങൾ ലോകത്തിലുണ്ടാകും. അത് ഗവൺമെൻറ് സ്പോൺസേർഡുമായിരിക്കും ചിലപ്പോൾ സമയത്ത്. പക്ഷേ നമ്മളല്ല അത് ജീവിക്കേണ്ടത്. എത്ര ഉടമ്പടിയിലൂടെയാണ് ഭർത്താക്കന്മാരെ അവിടെ വിശുദ്ധിയിലേക്ക് ഭാര്യമാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഓടിപ്പോകുന്നത് അന്ന് ഓടിപ്പോകുന്നതാണ്. ഞാൻ മക്കളുണ്ടായില്ലെന്ന് തിരക്കിയില്ല. കാര്യം ആ കേസ് ദൈവത്തിൻ്റെ അല്ലാത്ത കാരണം എൻ്റെതുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് നീ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ മേലെ നിനക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം? അന്ന് ഓടിപ്പോകുന്നതിന് ശേഷം ഇന്നിപ്പോൾ അവൾക്ക് അയാളുടെ ഓഹരി വേണം. അതാണ് പ്രശ്നം. അതിനകത്ത് മാനുഷികമായിട്ട് പോലും നീതിയില്ല. കഴുത്തല്ലൊരു താലി കെട്ടിയെന്നും പറഞ്ഞ് കൂടെ നിന്ന് കൂടെ ജീവിച്ച് അവിടെ മക്കളെ വളർത്തി ഒരുമിച്ച് ജീവിക്കുമ്പോഴല്ലേ ഭർത്താവിന് അവകാശം ഉണ്ടാകണത്. ഇത് വിദ്യാർത്ഥിയുടെ കോടതിയായി ചിലപ്പോൾ കോടതി പോയത് രക്ഷപ്പെടുമായിരിക്കും. പക്ഷേ ദൈവത്തിനും ഇന്ന് രക്ഷപ്പെടത്തില്ല. എന്താ കാരണം? ഭാര്യയെന്ന ഉത്തരവാദിത്തം അമ്മയെന്നുള്ള ഉത്തരവാദിത്തം നീ നിർവഹിച്ചിട്ടില്ല. അപ്പോൾ നിൻ്റെ ദൈവിക അവകാശമില്ല. പിന്നെ എന്തിന് ഭാഗമായിട്ട് പിടിച്ച് ചെയ്തു തരാനാണ്? ഈ കേസ് ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവളോട് മാത്രം ചോദിച്ചിരിക്കണത്? കാര്യം അവളുടെ കയ്യിൽ ആ ഉടമ്പടി ദൈവം ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ടാണ്. ദൈവം ഏറ്റെടുക്കാത്ത ഉടമ്പടി ആൾക്കാരെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യവും പറച്ചിലൊക്കെ ഉണ്ടാവും. ദൈവം ഏറ്റെടുക്കാത്ത ഉടമ്പടി ഇവരുടെ മാത്രം താല്പര്യത്തിന് വേണ്ടി
ഒരു മനുഷ്യൻ്റെ ജീവിതം അങ്ങ് നശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അയാളുടെ സ്വത്ത് മാത്രം മതി, അതാണ് വിഷയം. അവിടെ സ്വത്ത് മാത്രം മതി. അപ്പോൾ അത് മാനുഷികമായിട്ട് പോലും നീതിയല്ല സംഭവം. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കോടതി പോയാൽ തീർച്ചയായിട്ടും കോടതി പെൺപക്ഷമായത് കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ കുറേ നാളുകളായിട്ട് സ്ത്രീകൾ മർദ്ദനം അനുഭവിക്കുന്നതാണ്. നിയമപരമായ നീതിപരമായ മർദ്ദനങ്ങൾ സ്ത്രീ ജനങ്ങൾ അനുഭവിക്കുന്ന കാരണം അതിൻ്റെ തിക്തഫലങ്ങൾ ഒത്തിരി ആയപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ നിയമങ്ങൾ വെച്ചിരിക്കുന്നതെല്ലാം സ്ത്രീ അനുകൂലമായ നിയമങ്ങളാണ്. അത് ഒത്തിരി പെണ്ണുങ്ങൾ മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിൽ. ഇപ്പം എല്ലാ അവകാശവും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പം കുടുംബത്തിൻ്റെ എല്ലാ അവകാശവും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടും പിന്നെയും കേസ് പറയുന്ന പെങ്ങന്മാരുണ്ട്. കുടുംബത്തോട് തറവാടിനോട് കേസ് പറയുന്ന പെങ്ങന്മാരുണ്ട്. അവർക്ക് അപ്പനും അമ്മയോട് ബന്ധമില്ല, അപ്പനും അമ്മയും അവർക്ക് നോക്കണ്ട. അതേസമയം തന്നെ അവർ പിന്നെയും കിട്ടാൻ വേണ്ടി കേസ് പറയും. ആ സ്വത്തുണ്ടാക്കിയതിൽ ഇവർക്കൊരു പങ്കുമില്ല. ഇപ്പം ചിലരൊക്കെ കാണിച്ചിരിക്കുന്ന നീതികൾ കണ്ടില്ലേ? ഗൾഫിലൊക്കെ ജോലി ചെയ്യും, മക്കളുടെ സമ്പത്ത് ആദ്യത്തെ മക്കൾ പോയി രക്ഷപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ മര്യാദ അനുസരിച്ചിട്ട് മൂത്ത മക്കളെ ഇളയ മക്കളെ ആരാണ് രക്ഷപ്പെടണത് അവിടെ സമ്പത്ത് അപ്പൻ്റെ പേരിൽ അയച്ചു കൊടുക്കും. അപ്പൻ എന്ത് ചെയ്യും? അപ്പനും അമ്മയും പ്ലാൻ ചെയ്തുകൊണ്ട് കുറേ സ്വത്ത് അപ്പൻ്റെ പേരിലും മേടിക്കും, കുറേ സ്വത്ത് അമ്മയുടെ പേരിലും മേടിക്കും. ഇനി അവനൊരു കാലത്ത് ഗതികെട്ട് കിട്ടാതെ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? കുറേ സ്വത്ത് അമ്മയുടെ പേരിലാണ് അപ്പമ്മ മക്കൾക്കെല്ലാം അവകാശം, കുറേ സ്വത്ത് അപ്പൻ്റെ പേരിലാണ് കുടുംബത്തിന് അമ്മക്കും പെമ്മക്കും അവകാശം. അവരെന്താ? അവൻ ഞൊട്ടൻ്റെ വരും മിക്കവാറും. ഈ ആൾക്കാരെ ഉടമ്പടി എടുത്താൽ വിജയിക്കുക ഇല്ല. ആദ്യം നിങ്ങൾ കറക്റ്റ് ചെയ്യണം. നിങ്ങളുടെ മക്കളെ തന്നെ മക്കളാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. മക്കളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ആ ചതി റെക്ടിഫൈ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഉടമ്പടി സാക്ഷ്യം പറയാതെ നീണ്ടു പോകും. അങ്ങനെ പല ആൾക്കാർക്കും സാക്ഷ്യം പറയാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ദൈവതിരുസന്നിധിയിലും മനുഷ്യൻ്റെ തിരുസന്നിധിയിലും അവരവരുടെ ആത്മശോധന ചെയ്ത് റെക്ടിഫൈ ചെയ്യേണ്ട, പരിശോധിച്ച് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും വെറുത്തുപേക്ഷിച്ച് കറക്റ്റ് ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണത്തോടെ അലിവുത്തോടെ പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. കരുണത്തോടെ അലിവുത്തോ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം മിന്റുവിൻ്റെ പ്രസംഗം ഉണ്ടാ. മിന്റു ഈ കുഞ്ഞിൻ്റെ ട്യൂമർ ആ കൊച്ചിനൊപ്പം ഗർഭത്തെ ശിശുവിനൊപ്പം വളരുകയാണ്. ശരീരം ചൂട് കയറിയിട്ടും വയറ് പെരുത്തിട്ടും കിടന്നുറങ്ങാൻ പറ്റണില്ല. വലത്തോടും തിരിയാൻ പറ്റണില്ല, ഇടത്തോടും തിരിയാൻ പറ്റുന്നില്ല. രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. പിന്നെ എന്തു ചെയ്യും? ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അടിവയറ്റിൽ കുരിശിട്ടുകൊണ്ടിരിക്കും. ഭർത്താവും ഭാര്യയും ഉടമ്പടി ജീവിതം നയിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ അടിവയറ്റിൽ കുരിശിട്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. കാര്യം വേറെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. കാര്യം ഒന്നും പറ്റിയിട്ടും കാര്യമില്ല. ഏറ്റവും വലിയ കാര്യമാണ് അവർ ചെയ്യണത്. അവസാനം നാട്ടിൽ വന്ന് പ്രസവിക്കുന്ന സമയത്തും ആ ഉടമ്പടി തൈലം വയറ്റെ കുരിശിടും. ദൈവം ചോദിച്ചില്ലേ, എന്താണ് നിൻ്റെ കയ്യിലിരിക്കണത്? എന്താണ് കയ്യിലിരിക്കണത്? ഉടമ്പടി തൈലം. ദൈവമായിട്ട് ഉടമ്പടി ചെയ്തതിൻ്റെ അഭിഷേക തൈലമാണ്. ആൾക്കാർ നന്നായിട്ടാണ് വിളിക്കണത്. ഞാൻ വിളിക്കാത്ത കാര്യങ്ങൾ അനുഭവത്തിൽ വിളിക്കുന്നുണ്ട്. ഞാൻ ഉടമ്പടി തൈലം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ വിളിക്കണത് എന്താണ്? ഉടമ്പടി എടുത്തവർ അഭിഷേക തൈലം എന്നാണ് വിളിക്കുന്നത്. ദൈവം എന്നെ അഭിഷേക തൈലം, എന്നെ അഭിഷേകം ചെയ്ത തൈലം, എൻ്റെ സൗഖ്യത്തിനായി സമാധാനത്തിനായി എൻ്റെ വിടുതലിനായി ദൈവം കൈനീട്ടി അഭിഷേകം ചെയ്ത തൈലം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. സാന്നിധ്യത്തിന്
സ്നേഹത്തിന് നന്ദി പറയുന്നു. ആരാധന ആരാധന അഭിഷേക തൈലം അല്ലെങ്കിൽ വെഞ്ചരിച്ച ഉടമ്പടി ഉപ്പ് പ്രയോഗിക്കുന്ന മുമ്പ് ദൈവം ചോദിക്കണ ചോദ്യമാണ്, എന്താണ്? ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 19:10. ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. 1 രാജാക്കന്മാർ 19:10. അപ്പം ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രീ റെക്വിസിറ്റ്, മുൻ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? തീഷ്ണതയാണ്. ഒരു ഉടമ്പടി പ്രയോഗത്തിൽ വരണമെങ്കിൽ നമുക്കെന്തുണ്ടാകണം? തീഷ്ണതയുണ്ടാകണം. എന്തിലെല്ലാം തീഷ്ണതയുണ്ടാകണം? വിശ്വാസത്തിൽ തീഷ്ണതയുണ്ടാകണം. ഇപ്പം മിൻറ്റുവിന് വിശ്വാസത്തിൽ തീഷ്ണതയാണ്, അലക്സ് തോമസിന് വിശ്വാസത്തിൽ തീഷ്ണതയാണ്. അതല്ലേ എന്തെല്ലാം ഈ ഇപ്പം മിൻറ്റുവിൻ്റെ കാര്യം വ്യക്തമാണ്. അപ്പോൾ മിൻറ്റു പ്രസവിച്ചു, അവസാനം സിസേറിയൻ എടുത്തു. സിസേറിയൻ കഴിഞ്ഞപ്പോൾ കൊച്ചിനെയും ട്യൂമറിനെയും കൂടി പുറത്തെടുത്തിരിക്കുകയാണ്. ഇനി എൻ്റെ വിറ്റെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ പകുതി തൂക്കം, കുട്ടിക്ക് 3 കിലോ ഉണ്ടെങ്കിൽ 1.5 കിലോ ട്യൂമറിനുണ്ട്. ഈ ട്യൂമർ എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ മുഴുവനും പവർ, ശക്തി, രക്തം, വിറ്റാമിൻ, മിനറൽസ് എല്ലാം ഇതിലൂടെ പോകും. കാരണം നട്ടെല്ലാണ് ഇത് പിടിപ്പിച്ചിരിക്കണത്. ഇവരുടെ വിശ്വാസത്തിലാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കണത്. ഉടമ്പടി എടുത്തിട്ട് എങ്ങനെയാണ് ജീവിതത്തിൽ വരുന്ന യാഥാർത്ഥ്യങ്ങളെ, ഇതുകൊണ്ടാണ് ഇവളെ ഈ കുഞ്ഞിനെ വയറ്റി കൊടുത്തപ്പോൾ തന്നെ ഒത്തിരിയേറെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത്. ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നിനക്ക് ലഭിച്ചിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എ ഷോർട്ട് ഷാൽ പിയേഴ്സ് ഇൻ യുവർ ഹാർട്ട് എന്നെന്താ പറഞ്ഞത്? മാതാവിനെ കുറിച്ച് പറഞ്ഞു, നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. നിനക്ക് ലഭിക്കാൻ പോകുന്ന അടയാളം, അനുഗ്രഹം ദൈവത്തിൻ്റെ തനത് അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നീ ക്ലേശങ്ങളിലൂടെ കടന്നു പോയിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദൈവത്തിൽ നിന്ന് നമ്മളെല്ലാം എടുക്കണ പേയ്മെൻറ്റായിട്ടാണ് എടുക്കണത്. പേയ്മെൻറ്റായിട്ട് കിടച്ചാൽ നമ്മൾ കാര്യം ഈ കൃപ മുഴുവനും ഉണ്ടായിരിക്കണത് കർത്താവിൻ്റെ തിരുമരണത്തിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും പേയ്മെൻ്റ് ഇല്ലാത്ത ഒരു വിഷയമില്ല. ഓരോ അനുഗ്രഹങ്ങൾക്ക് അപ്പം ആദ്യത്തെ കാലങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് ബ്ലെസ്സിങ് മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ ബ്ലെസ്സിങ് കിട്ടിയ ആൾക്കാർ അത് ഉപയോഗിച്ച് ചത്തും മലന്ന് പോകും. ചില കത്തിക്കും, ചില കുഴിച്ചിടും, അത്രേ ഉള്ളൂ. പക്ഷേ നിത്യത എന്നുള്ള കോൺസെപ്റ്റിൻ്റെ അകത്ത് നീ അവകാശമായിട്ടുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് സീറ്റാണ്. അതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഈ കുഞ്ഞിലൂടെ നീ നിത്യതയിലേക്കാണ് കർത്താവ് നിന്നെ വിളിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടി വരും, പ്രത്യാശ പ്രഖ്യാപിക്കേണ്ടി വരും, ദൈവസ്നേഹം തീഷ്ണതയാൽ ഇരട്ടിക്കേണ്ടി വരും. പ്രാർത്ഥിക്കുക. കർത്താവേ, ദൈവസ്നേഹം തീഷ്ണതയാൽ ഇരട്ടിപ്പിക്കാൻ, വിശ്വാസത്തിൽ വളരുവാൻ, ഇരട്ടി തീഷ്ണതയോടെ ജീവിക്കുവാൻ, എന്റെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന എല്ലാ ദൈവിക പരിപാലനകളെയും വിഹിതമായി നിരീക്ഷിക്കുവാനും നിവൃത്തിയാക്കുവാനും ആവശ്യമായ കൃപയാ നിറക്കണമേ, എന്നെ നിറക്കണമേ. ഹല്ലേലൂയ. ആരാധനയിലൂടെ നമ്മുടെ ദൈവിക പുണ്യങ്ങൾ വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചിലരുടെ ഉടമ്പടിക്ക് വരുന്നൊരു വിഷയം എന്താ അറിയാമോ? ഉടമ്പടിയുടെ ഇതിൻ്റെ
രീതികളെ കുറിച്ച് ഒരു ഐഡിയ കാണത്തില്ല. ഇവർ പലരോടും ചോദിക്കും. അപ്പം ചിലർ പറയും പെട്ടെന്ന് തീരുവേ എന്ന് പറയും. ചിലർ പറയും അവിടെ ഭയങ്കര കഷ്ടപ്പാടാണ്, ഭയങ്കര ചൂടും, നിൽക്കാൻ പോലും സ്ഥലമില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇവർ വിചാരിക്കും ഉടമ്പടി എടുക്കാമെന്ന് വിചാരിക്കും, ദൈവമേ എപ്പോൾ പോകാൻ പറ്റും, ഭർത്താവ് വീട്ടിൽ വരണമെങ്കിൽ എത്ര, അല്ലെങ്കിൽ അയാൾ കാരണം അടിച്ച് പോക്കുമെന്ന് പറയാം. അതാണ് പലരുടെയും പ്രശ്നം. അതാണല്ലോ, കള്ളവണ്ടി കയറി പോന്നിരിക്കണേ. കള്ളവണ്ടി കയറി പോന്നിരിക്കും. കള്ളവണ്ടി എന്ന് പറയുന്നത് കാശ് കൊടുക്കാൻ പോകുന്നതല്ല, അപ്പോൾ വീട്ടിൽ പറയാൻ പോകണത്. വീട്ടിൽ പറയാൻ പോകുന്ന ഒത്തിരി ആൾക്കാർ കള്ളവണ്ടി കയറി എന്നെ പോലെ. എന്നിട്ട് അവർ ഇവിടെ വന്നിട്ട് അവിടെ കാലുറക്കത്തില്ല. കൊച്ചേ ഇപ്പം രൂപ കൊച്ചേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഉടമ്പടി അബോർഷനായി പോകും, വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം എന്താ, നിങ്ങൾ മനസ്സുകൊണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളോട് പറഞ്ഞിരിക്കണത് കൊണ്ട് എഴുതിയിട്ടാൽ മതിയല്ല. ഇന്ത്യ നിങ്ങളുടെ പ്രധാനമന്ത്രിയാകണം, ഉടമ്പടി എഴുതാൽ മതിയാ. ഇപ്പം തന്നെ പ്രധാനമന്ത്രി ഒരു ഇലക്ഷനും ഇല്ല, പ്രധാനമന്ത്രിയാകാം, MP ആകണം, കൊണ്ട് ഉടമ്പടി ചെയ്താൽ മതി എന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കണത് നിങ്ങളോട്. ഇത് കുറച്ച് കച്ചും കൈയുണ്ട് ഇതിനകത്ത്. അതാദ്യം ഇതിൻ്റെ ബിബ്ലിക്കലായിട്ടുള്ള ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞ കള്ളികൾ ഒത്തിരി പേരുണ്ട്. ഇന്നലെ ഒരു സാക്ഷി ഞാൻ വെളുപ്പിനിരുന്ന് വായിക്കിരുന്നു. എനിക്ക് വിസ്മയവും സന്തോഷവും ഭയവും ഉണ്ടായി. എന്താ കാര്യം, ഞാൻ സിൽവർ ഉടമ്പടിയിൽ എത്തിയിരിക്കണമെന്ന്. അമ്മയുടെ കളറായ സിൽവർ ഗ്രേയിൽ ഞാൻ എത്തിയിരിക്കുന്നു. ഇതെൻ്റെ 4ാമത്തെ സാക്ഷ്യമാണെന്ന്. അവർക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയമുണ്ടായെന്ന്. സിൽവർ ഗ്രേയിൽ എത്തിയപ്പോൾ എന്താ ഭയം ഉണ്ടായത്, ഞാൻ അമ്മയുടെ കളറിലെത്തിയില്ലേ, ഇനി അമ്മയുടെ ജീവിതം ഞാൻ ജീവിക്കണ്ടേ. അതാണ് സംഭവം, അതാണ് ഉടമ്പടി എന്ന് പറയണത്. എനിക്ക് സിൽവർ ഗ്രേയിൽ എത്തിയപ്പോൾ വിസ്മയവും സന്തോഷവും അത്ഭുതവും ഭയവും തോന്നി എന്നാണ്. കാര്യം അമ്മയുടെ കളറാണ്. നിങ്ങൾക്കറിയാം, സിൽവർ ഗ്രേ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. വൈറ്റ് കഴിഞ്ഞിട്ടാണ് സിൽവർ ഗ്രേ വരണത്. അതിനുള്ളിൽ അവർ 3-4 വട്ടം സാക്ഷ്യം പറയാൻ കയറി. ഉടമ്പടിയിലൂടെ എങ്ങനെ ഇടിച്ച് പൊളിച്ച് ജീവിച്ചു പോവുകയാണ്. സിൽവർ ഗ്രേയിൽ എത്തുമ്പോൾ 4 പ്രാവശ്യത്തെ തട്ടേ കയറി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടത്. അതേസമയം എന്തിനും ഇപ്പൊക്കെ ഭയമായി. എന്താ കാര്യം, ഞാൻ അമ്മയുടെ കളറിലെത്തി, ഇനി എൻ്റെ ജീവിതത്തിൻ്റെ കളറും അമ്മയുടെ ജീവിത രീതി ആയിരിക്കണമെന്ന്. അതെന്തൊരു തിരിച്ചറിവാണ്. അതാണ് ഭയം, ദൈവഭയം എന്ന് പറയണത്. ഇതിപ്പോൾ ഈ ഭയം വരാൻ വേണ്ടി സിൽവർ ഗ്രേയിൽ എത്തേണ്ട കാര്യമില്ല. ഭയം വരാൻ വേണ്ടി ആദ്യം ദൈവമായിട്ട് കൈ കൊടുക്കുമ്പോൾ തന്നെ ഭയം വന്നാൽ മതി. എന്നാൽ ഇടമ്പടി ഇങ്ങനെ കവളാസം പൊട്ടണ പോലെ അങ്ങോട്ട് പൊട്ടും. എന്താ കാര്യം, നിനക്ക് ഭയമുണ്ടെന്നും അതനുസരിച്ച് നീ ദൈവം വചനം പാലിക്കുമെന്നും ദൈവത്തിന് അറിയാമെങ്കിൽ നീ ഉടമ്പടി പാലിക്കുന്ന മുമ്പതിന് ദൈവം അത് പാലിച്ചുകൊണ്ട് നിനക്ക് അനുഗ്രഹങ്ങളുടെ വർഷമഴ ചൊരിയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ദൈവസ്നേഹത്തോടെ പാലിക്കാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് എന്തിനാ ആൾക്കാർ വെളുക്കോളം വയ്യോളം കിട്ടുന്ന സമയത്തെല്ലാം ഫ്രീ ടൈമിലെല്ലാം സാക്ഷ്യം കേൾക്കുന്നത്? ഓരോ സാക്ഷ്യവും നമ്മളെ ഉറപ്പിക്കും. എന്തിലുറപ്പിക്കും? വിശ്വാസത്തിൽ ഉറപ്പിക്കും. കാര്യം എന്ന് വെച്ചാൽ ഭൂമിയിലെ ഓരോ മനുഷ്യന്മാർ ഒരുക്കുന്ന നമ്മൾ മലയാളികൾ, ഞാൻ ചില സ്ഥലത്ത് ഓർക്കുകയെ എന്തോ ഒരു ഭാഗ്യമുള്ളവരാണ് മലയാളികൾ. കാര്യം ഹിന്ദിക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ആൾക്കാരെ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കണമെങ്കിൽ അവർ തർജ്ജിമ ചെയ്യിക്കും. ആസാംകാരും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒത്തിരി പേര് വരും. വന്നിട്ട് ഇവർക്കൊന്നും മനസ്സാവത്തില്ല. മലയാളികളുടെ ഇടയ്ക്ക് സംഭവിക്കുന്ന സംഭവമല്ലേ. ഇവർ ഹിന്ദിക്കാരെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ തർജ്ജിമ ചെയ്ത് മേടിപ്പിക്കും. എന്നാലും ഞാൻ ഓർക്കണേ അവർക്ക് എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലാകാനാണ്. അങ്ങനെ മനസ്സിലാകാൻ ആയാലും ആയില്ലെങ്കിലും അവർ ദൈവമായിട്ടൊരു കവനൻ്റ് ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലാകും അവർക്ക്. ഇപ്പം നമുക്ക് 16 ഭാഷ പത്രമുണ്ട്. ഏറ്റവും പുതിയ പത്രം ചെക്കോസ്ലോവാക്യയിലാണ്, ചെക്ക് ലാംഗ്വേജിലാണ്. അപ്പോൾ ഈ മലയാളത്തിൽ സംഭവിച്ചൊരു കാര്യം, ദൈവം ചെക്കോസ്ലോവാക്യയിലേക്ക് ട്രാൻസ്ഫർ എടുക്കുകയാണ്. അതിന് ലോകത്തിൻ്റെ എല്ലാ ഭാഷകളിലേക്കും ഉടമ്പടി വരും.
ഇപ്പോൾ കാനഡയിലെ ദിവസങ്ങളിൽ ജൂൺ മാസത്തിൽ ധ്യാനമുണ്ട്. അപ്പോൾ അവർ ഉടമ്പടി ധ്യാനം അവിടെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പാടാണ് ശരിക്കും. കൃപാസനത്തിൽ നടത്തുന്നേക്കാൾ വേറെ ഒരു സ്ഥലത്ത് നമ്മൾ നടത്തുമ്പോൾ പാടാണ്. അയർലൻഡിലെ ഉടമ്പടി ധ്യാനമാണ് നടത്തിയത്. അതിൻ്റെ ഗുണങ്ങൾ ഭയങ്കരമായിരിക്കും, പക്ഷേ നമുക്കത് പാടാണ്. നിങ്ങളത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്ന. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിദേശ രാജ്യങ്ങളിലെ ധ്യാനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പം എല്ലാ വിഷയങ്ങൾക്കും ദൈവം ഉടമ്പടി പ്രകാരം അതിനോട് ദൈവം റെസ്പോണ്ട് ചെയ്യുന്ന ദൈവം നമ്മളുടെ വിഷയങ്ങളോടും കോസിനോടും റെസ്പോണ്ട് ചെയ്യാനുള്ള ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഒരു പ്രോജക്റ്റ് പ്ലാനാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ താത്വികവും ദൈവശാസ്ത്രപരവും ആയിട്ടുള്ള കാര്യങ്ങളെ കേൾക്കുമ്പോൾ വരണത് അച്ഛൻ്റെ ആദ്യവാഴ്ച പ്രസംഗങ്ങളിലാണ് അപ്ഡേഷൻസ് വരണത്. അപ്പം അപ്ഡേഷൻസ് എപ്പോഴും കേട്ടോണ്ടിരിക്കണം നിങ്ങൾ. പണ്ട് 2 കൊല്ലം മുമ്പ് ഉടമ്പടി എടുത്തവരുടെക്ക് ഉള്ളതിനേക്കാൾ ഇരട്ടി അപ്ഡേഷൻസാണ് ഇന്നുള്ളത്. അപ്പോൾ ഈ സിൽവർ ഗ്രേയിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയണത് അവർ വർഷങ്ങളായിട്ട് ഉടമ്പടി ധ്യാനം കൂടുന്നതാണ്. അപ്പോൾ അവിടെ ആധ്യാത്മിക നിലവാരം അതനുസരിച്ച് ഉയർന്നിരിക്കാം. നമുക്കിത് ഉടമ്പടി എക്സ്പ്ലോർ ആക്കാൻ വേണ്ടിയുള്ള ആത്മീയ ശക്തിയുടെ അതിൻ്റെ നോഹൗ ജ്ഞാനസൂത്രങ്ങൾ ഒക്കെ ഈ ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഈ അതുകൊണ്ടാണ് ധ്യാനത്തിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുകയും ആൾക്കാർക്ക് സൗഖ്യമുണ്ടാകുകയും ഒക്കെ ചെയ്യണത്. അത് ധ്യാനത്തിൻ്റെ ഇടയിൽ ഓരോപ്പം നിങ്ങൾ ഓരോ സാക്ഷ്യം നോക്കിയാൽ മനസ്സിലാകും. ധ്യാനത്തിൽ വരുന്ന ചിലപ്പോൾ ഒരു വിശ്വാസം ഇല്ലാതിരിക്കുന്നവരെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ ദൈവം എന്തെങ്കിലും അടയാളം കാണിച്ച് ദർശനം പറയണത്. എന്താണ് കാര്യം വെച്ചാൽ അവർ ഏത് രാജ്യത്തിലിരുന്നാലും ശരി അവരുടെ വിഷയം ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണെന്നാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലിരിക്കുന്ന ആൾക്കാർ പിന്നീട് നാട്ടിൽ വരുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഇത്രാം തീയതിയുള്ള ഉടമ്പടി ധ്യാനം കൂടിയപ്പോഴേ അച്ഛൻ ഞങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ആ ദിവസമാണ് എൻ്റെ ചെവി ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞ പോലെ ചെവിയുടെ ബാക്കിലുള്ള മുഴ അപ്രത്യക്ഷമായെന്ന്. ചുമ്മാ അപ്രത്യക്ഷമാകണേ. ആ പറയണ ഓൺലൈൻ ടൈമിന് അപ്രത്യക്ഷമാകും. അല്ലെങ്കിൽ ആ ധ്യാനം അവരെപ്പോഴാണ് കേൾക്കണത് അപ്പം അപ്രത്യക്ഷമാകും. അപ്പോൾ എന്താ അതറിയണം. ഇത് നമ്മൾക്ക് കൃപാസനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആൾക്കാരുടെ അനുഭവങ്ങളാണ് നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത്. ആൾക്കാർക്കുള്ള ദൈവാനുഭവങ്ങൾ. ഇപ്പോൾ കൃപാസനം ഇങ്ങനൊരു പുതിയ ദൈവിക പദ്ധതി ലോകത്ത് ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ ഇടയ്ക്ക് മനസ്സിലാകാതിരുന്ന ആൾക്കാരെല്ലാം കൃപാസനം തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിലും മറ്റു സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ എന്തുമാത്രം എതിരഭിപ്രായങ്ങൾ വന്നു. അപ്പം അന്ന് ഞാൻ ബിഷപ്പ് എന്നെ വിളിച്ച്, രൂപതാ ബിഷപ്പ് 2 പേരും കൂടി എന്നെ വിളിച്ച് വാട്ട് ഇസ് ഹാപ്പനിങ് ഇതായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനൊരു ക്രൈസിസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. എനിക്ക് പോലും ഇതിൻ്റെ എല്ലാ കാര്യവും ദൈവം പറഞ്ഞു തന്നിട്ടില്ല. വെളിപാടിൻ്റെ പ്രോസസ്സിങ്ങിലിരിക്കുകയാണിത്. പക്ഷേ ഞങ്ങളിതിനെ പ്രാർത്ഥിച്ച് അതിജീവിക്കും. എന്താ കാര്യം? ഞങ്ങളുടെ കയ്യിലുള്ളത് അഖണ്ഡ ജപമാലയാണ്. 1000 മണി ജപമാലയുടെ വലിയ പ്രകടശേഷിയുള്ള സംഭവമാണ് 2000 മുതലൂടെ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്ത് പൈശാചിക ശക്തിയാണെന്നാലും ഇതിനെ അതിജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ബിഷപ്പ്മാർക്ക് അത് മനസ്സിലായി. കഴിഞ്ഞ ദിവസം ഞാൻ പിതാവിനെ കാണാൻ രാത്രി ചെയ്തപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, പിതാവിനോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഇപ്പം എങ്ങനെയുണ്ട് കറക്റ്റായില്ലേ കാര്യങ്ങൾ? എന്താണ്? ഒരു ക്രൈസിസാണ്. പക്ഷേ ഇത് ഞങ്ങളാരും ക്രൈസിസ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ കടുത്ത പിടിക്കാൻ പോവില്ല. ഞങ്ങൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്. എന്താ കാര്യം? ഇതിൻ്റെ അടിത്തറ. അന്ന് ഞാൻ പ്രശ്നങ്ങളുണ്ടായ കാലത്ത് ഞാനൊരു അവസാനൊരു വാക്ക് ഞാൻ പറയണമല്ലോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ്? കൃപാസനത്തിൻ്റെ അടിത്തറ ആധ്യാത്മിക അനുഭവങ്ങൾ പ്രാപിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. അവർ നിലനിൽക്കുന്നുള്ള കാലം കള്ളപ്രചരണങ്ങളിൽ നിങ്ങൾ ആരെ ഞങ്ങൾക്കെതിരെ നടത്തിയാലും അത് വില പോകത്തില്ല. ജനങ്ങളെ ദൈവത്തെ അനുഭവിച്ചിരിക്കുന്നതാണ് ആ ലക്ഷക്കണക്കിന് മനുഷ്യർ. അതുകൊണ്ട് തന്നെ ഇത് അനുഭവത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ സുശക്തമായ മാത്തമാറ്റിക്കൽ പ്രിസിഷനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ഉടമ്പടിയാണ്. ഞാനെന്താ നിങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എടുത്തിരിക്കുന്ന കാര്യം എന്താണ്? മോസസിനോട് പറഞ്ഞില്ലേ, നിൻ്റെ കയ്യിലിരിക്കണത് എന്താണ്?
നിനക്കെതിരെ നിൽക്കുന്നത് ആരാണ്? ഫറവോയാണ്. ഫറവോ എന്നും നമ്മുടെ മുമ്പിൽ നിൽക്കും. ദാവീദിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു ഗോലിയാത്ത് ഉണ്ടാകും. മോസസിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു ഫറവോ ഉണ്ടാകും. പക്ഷെ മോസസും ഏരിയയും മനസ്സിലാക്കണമെന്ന് ദൈവം അറിയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്? അപ്പോൾ മോസസ് പറഞ്ഞു, ഇതൊരു വടിയാണ്, അത് നിലത്തിടണം ഫറവോയുടെ മുമ്പിൽ. അപ്പോൾ ആ വടി എന്താണെന്നൊക്കെ മനസ്സിലാകും. വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനത്താൽ നീ അത് പ്രയോഗിക്കുമ്പോൾ വടിയോടനെ പാമ്പായി മാറുമ്പോൾ മോസസിനെ ചാടി പിന്നോട്ട് മാറും. അപ്പോൾ മാന്ത്രികന്മാരും വന്നിട്ട് മാന്ത്രികം കാണിക്കും. കർത്താവ് എന്താ പറഞ്ഞത്? ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അവസാനം വരെ നിങ്ങളുടെ വചനങ്ങളെ സ്ഥിരീകരിച്ചുകൊണ്ട്, അടയാളം കാണിച്ചുകൊണ്ട് എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. നന്ദി പറയുന്നു. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? സന്തോഷത്തോടെ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. അപ്പോൾ പ്രതി അടയാളം കാണിച്ചു. ശരിക്കും സിദ്ധന്മാർ അവിടെ ഉണ്ടായിരുന്നു. ആ ഫറവോൻ്റെ രാജധാനിയിൽ അവർ കൊണ്ടുവന്ന്, മാന്ത്രികന്മാർ കൊണ്ടുവന്ന് വടിയിട്ടു. അവിടെ വടിയും പാമ്പായി. അപ്പം മോസസ് പേടിച്ചു പോയി. കാര്യം ഞാൻ കാണിച്ച പോലെ തന്നെ അവരും കാണിച്ചല്ലോ, പിന്നെ എന്തിനാ യഹോവയ്ക്ക് എന്താ പ്രാധാന്യം എന്ന് ചിന്തിക്കണം. ഇടിമിന്നലെ പോലെ മോസസിൻ്റെ സർപ്പം മറ്റേ സർപ്പത്തെ വിഴുങ്ങാൻ തുടങ്ങി. എപ്പോഴും ദൈവം പറഞ്ഞിട്ടില്ലേ, ഞാൻ തുറന്ന വാതിൽ ആരും അടക്കുകയില്ല, ഞാൻ അടച്ച വാതിൽ തുറക്കുകയുമില്ല. അതായിരുന്നു അടയാളങ്ങളുടെ ശക്തി. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടി ഉപ്പ് അല്ലെങ്കിൽ ഉടമ്പടി തൈലം അല്ലെങ്കിൽ ഉടമ്പടി കശുരുമൊക്കെ പ്രയോഗിക്കുമ്പോൾ ഇപ്പോൾ എത്രയോ സാക്ഷ്യങ്ങളാണ്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയിൽ എപ്പോഴും വരണത് നോട്ട് ബൈ മെറിറ്റിൽ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മുടെ മെറിറ്റ് കുറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഗ്രേസ് കൂടി വരുന്നതിൻ്റെ അർത്ഥം സിമ്പിൾ മാത്തമാറ്റിക്സ് അല്ലേ. നമ്മളുടെ യോഗ്യത കുറഞ്ഞ് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം അപ്പോഴെന്താ അതിൻ്റെ അർത്ഥം എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പം കൃപ കൂടി വരുന്നതനുസരിച്ചാണ്. അപ്പോൾ അത് നീ അതിൻ്റെ പ്രൊവിഷൻ നീ മനസ്സിലാക്കണം. നിൻ്റെ യോഗ്യത കുറഞ്ഞ് വരികയാണ്. ചില പറയും നിലയം വിളിച്ചുകൊണ്ട് IELTS എഴുതി പുറത്ത് വരും. എല്ലാ മൊഴികളും എനിക്ക് തൊണ്ടേ പനിയുമായിരുന്നു, എനിക്ക് തൊണ്ട നീരുമായിരുന്നു, ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, എല്ലാം തീർന്നു, ഇനി ഞാൻ എഴുതണില്ല. അപ്പായോട് കാശ് ചോദിച്ചാൽ അപ്പ തരത്തില്ല, ഭർത്താവിനോട് ചോദിച്ചാൽ ഭർത്താവും തരത്തില്ല, ഞാൻ ഇനി എവിടെ പോവും, ഞാൻ ഇത്രയും നാൾ ഇതാണല്ലോ എഴുതിക്കൊണ്ടിരുന്നത്, ഇതും പോയല്ല എന്ന് പറഞ്ഞ് നിൻ്റെ മെറിറ്റെല്ലാം പോയി തിരിച്ചു വരികയാണ്. നിൻ്റെ എല്ലാ യോഗ്യതയും പോയി വരുമ്പോൾ ഒരു ഉടമ്പടിയിൽ ഒരു യോഗ്യത മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്താണ്? പല കാര്യങ്ങളും കർത്താവില്ലായിരുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നോ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ആദ്യം കൊടുങ്കാറ്റ് വരും, കൊടുങ്കാറ്റ് കർത്താവില്ല. അപ്പം അങ്ങനെ ഓരോ മന്ദമാരുതം വരും, മന്ദമാരിലെ കർത്താവില്ല. ടേക്ക് ദ വേർഡ് ഓഫ് അഗ്നി വരും, അഗ്നി കർത്താവില്ല. പലപ്പോഴും കർത്താവില്ല എന്ന അനുഭവങ്ങളുണ്ടെങ്കിലും അപ്പോഴും നമ്മൾ ഏലിയ സർവ് ചെയ്ത് പോകും. ഓരോ അനുഭവത്തിനും ദൈവം ഇല്ലാത്ത അനുഭവങ്ങളായിരിക്കും നമുക്ക് വരാൻ പോണത്. അത് ഉടമ്പടിയുടെ അല്ലെങ്കിൽ പ്രവാചികമായ ആധ്യാത്മികതയുടെ ഒരു നേച്ചറാണത്. ആദ്യകാലങ്ങളിൽ 1ാം സ്റ്റെപ്പിലും 2ാം സ്റ്റെപ്പിലും 3ാം സ്റ്റെപ്പിലും ഒക്കെ ചിലപ്പോഴും ദൈവാനുഭവം കിട്ടാതെ വരുമ്പോഴും
യു മസ്റ്റ് വെയിറ്റ്. എന്താ കാര്യം? ഇനിയൊരു നിശബ്ദത വരാൻ പോകുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 19:11. ഓക്കെ 11. അവിടുന്ന് അരുളി ചെയ്തു, കർത്താവ് കടന്നുപോയി. കർത്താവ് കടന്നുപോയി. ഓർക്കുക, കർത്താവ് നീ മലയിൽ കയറി നിൽക്കുക. എന്താണ്? സീനായി മലമുകളിലെ, ഹൊറേബ് മലമുകളിലെ, കാർമൽ മലമുകളിലെ നീ എപ്പോഴും ഉടമ്പടി എടുക്കുമ്പോൾ നീ സാധാരണ നിലവാരത്തിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് നീ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. അവിടുന്ന് അരുളി ചെയ്തു, കർത്താവ് കടന്നുപോയി. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റു കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോൾ അഗ്നിയിലും കർത്താവുണ്ടായിരുന്നു, ഭൂകമ്പത്തിലും കർത്താവുണ്ടായിരുന്നു, കാറ്റിലും കർത്താവുണ്ടായിരുന്നു. പക്ഷേ നിശബ്ദമായപ്പോൾ കർത്താവിൻ്റെ സ്വരം ഏലിയ കേൾക്കും. ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ടായിരുന്നു, പക്ഷെ ഏലിയ കേട്ടില്ല എന്നുള്ളതാണ് വിഷയം. അപ്പം ദൈവത്തെ കേൾക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ദൈവത്തെ തന്നെ ഏതെങ്കിലും ഒരു കാലത്ത് അഗ്നിയും ഭൂകമ്പവും കാറ്റും അങ്ങനെ പല പല ദൈവാനുഭവങ്ങൾ പ്രതികൂലങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും നീ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും നിൻ്റെ ഉടമ്പടി ദിനചര്യകളിൽ നിന്നും സുവിശേഷ പ്രഘോഷങ്ങളിൽ നിന്നും സുവിശേഷ കൈമാറ്റങ്ങളിൽ നിന്നും രോഗി പരിചരണങ്ങളിൽ നിന്നും നീ ഒരിക്കലും മനസ്സ് മാറ്റരുത്. മനസ്സ് മാറ്റാതെ വരുമ്പോൾ ദൈവം തെളിഞ്ഞു വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരുടെയും ഒരു അനുഭവമാണ്. എല്ലാവരും വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ സാക്ഷ്യം പറഞ്ഞിട്ട് ഉള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. എന്താണ്? അവസാനം ഇപ്പോൾ മിൻറ്റുവിൻ്റെ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചിനും ഗർഭസ്ഥ ശിശുവിനും ആ സാക്കിനും ഒരേ തന്നെ തൂക്കമാണ്. അല്ല, കൊച്ചിൻ്റെ പകുതി തൂക്കം ആ സാക്കിനുണ്ട്. അപ്പോൾ സർവൈവ് ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല. അത്രയും എത്ര കാറ്റിലൂടെയും കൊടുങ്കാറ്റിലൂടെയും അഗ്നിയിലൂടെയും മിൻറ്റു കടന്നുപോയി. ആ കടന്നു പോകുമ്പോഴൊക്കെ അവൾ വിചാരിക്കണത് എന്താണ്? കർത്താവ് ഇല്ലെന്ന് നമുക്ക് തോന്നും, പക്ഷെ കർത്താവ് അവിടെ ഉണ്ട്. അതാ ബൈബിളിൻ്റെ ഒരു ഡിസ്കൈസ്, ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ് എന്ന് പറയണത്. കർത്താവ് ഇല്ലെന്ന് തോന്നുന്ന ദുഃഖാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ബേസിക്കായിട്ട് കർത്താവ് അവിടെ ഉണ്ട്. പക്ഷേ കർത്താവ് ഇല്ലെന്ന് തോന്നുമ്പോൾ തന്നെ അവിടെയുള്ള കർത്താവിനെ കാത്തിരിക്കാനുള്ള ഒരു ഏരിയയുടെ തീഷ്ണതയിലേക്കാണ് ഉടമ്പടിയിലൂടെ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അടയാളങ്ങൾ കാണാത്തപ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം എന്ത് വിഷയം എന്ന് പറയുമ്പോൾ എന്ത് നമ്മൾ ചെയ്താലും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അർത്ഥം വ്യക്തമായിട്ട് നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ കൂടാൻ പറ്റാത്തത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എക്സ്പ്ലെയിൻ ടു ദം. അമ്മ എന്തോ അമ്മയുടെ ഒരു ഭക്തി പ്രസ്ഥാനം പോലെ എന്തോ ചെയ്യുന്നു എന്നല്ലാതെ നമ്മളവരെ ട്രെയിൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് കാറ്റഗറിസം ടീച്ചർ ആരാണ്? അമ്മയാണ്, അല്ലേ? സെക്കൻഡ് കാറ്റഗറിസം ടീച്ചർ ആരാണ്? അപ്പനാണ്. മൂന്നാമത്തെ കാറ്റഗറിസം ടീച്ചറാണ് പള്ളിയിലച്ഛൻ. ഈ പള്ളിയിലച്ഛനൊന്നും ഇല്ലാത്ത സമൂഹം കൃപാസനത്തിലില്ലേ? എന്തുമാത്രമാണ് അവിടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ വളരണില്ലേ? എങ്ങനെ വളരണത്? അമ്മയുടെയും അപ്പൻ്റെയും അനുഭവം കണ്ടിട്ട് യേശു ആരാണെന്ന് ഇങ്ങോട്ട് ചോദിക്കും.
അപ്പോൾ യേശുവിനെക്കുറിച്ച് അവർ അങ്ങോട്ട് പറയുമ്പോഴേ യേശു അവർക്ക് അടയാളങ്ങളുടെ സമ്മിലിതമാകുമ്പോൾ വൈകാരികമായ അനുഭവമാകും. ഉടമ്പടി എങ്ങനെ ദൈവത്തെ വൈകാരികമായി നിങ്ങൾക്കൊരു ബോധ്യം തരും. ഇമോഷണൽ കൺവിക്ഷൻ. ഐ ആം ആഫ്റ്റർ ദി ഇമോഷൻ അപ്ബിൽഡിങ് ദ ഇമോഷണൽ കമ്മീഷൻ ത്രൂ ദിസ് കവനന്റ് പ്രയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ അർത്ഥം ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 12:26. പുറപ്പാട് 12:26. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം. ഇത് കർത്താവിനർപ്പിക്കുന്ന പെസഹ ബലിയാണ്. അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി. ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു. അപ്പോൾ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു. അപ്പൊ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? നിങ്ങളുടെ മക്കൾ ദൈവത്തെ ആരാധിക്കാൻ എന്ത് ചെയ്യണം? അർത്ഥം അറിയണം. അർത്ഥം ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? പള്ളിയിൽ നിന്നല്ല, അപ്പനും അമ്മയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ആദ്യം ചോദ്യം തന്നെ ആരോടാണ്? ഇതിൻ്റെ അപ്പനോടും അമ്മയോടുമാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കണം മക്കൾ. അവർ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്നുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ പറയണം. ഇപ്പോൾ ഉടമ്പടിയിൽ നീലത്തിരിയുണ്ട്. എന്താ കാര്യം? നീല എന്താണ്? ആകാശത്തിൻ്റെ നിറമാണ്. ആകാശം എന്താണ്? ബൈബിൾ ജ്ഞാനത്തിൽ ആകാശം ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നുവെന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. ആ നീല തുണി തന്നെയാണ് വാഗ്ദാന പേടകത്തിലെ 24 മണിക്കൂറും അവരെ പുതപ്പിച്ചിരിക്കുന്നത്. ദൈവത്താൽ പുതപ്പിക്കപ്പെട്ട പേടകമാണ് വാഗ്ദാന പേടകം. എന്താ കാര്യം വെച്ചാൽ നീല ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. മോസസിനോട് കളർ പറഞ്ഞുകൊണ്ടുണ്ട്, നീ സമാഗമ കൂടാരത്തിൻ്റെ വിരികൾ തുന്നുമ്പോൾ നീല നൂല് ഉപയോഗിക്കണമെന്ന്. എന്താണ്? ദൈവ സാന്നിധ്യമാണ്. നമ്മൾ നീല തിരി കത്തിക്കുമ്പോഴേ മാതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുകയും മുല്ലപ്പൂവിൻ്റെ കാര്യം പറയാത്ത ഏതെങ്കിലും സാക്ഷ്യങ്ങളുണ്ടോ? അമ്മ സാന്നിധ്യം എന്ന് പറയണത് ഉടമ്പടിയുടെ ഒരു ഉടമ്പടി വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അമ്മയുടെ സാന്നിധ്യം മസ്റ്റായിട്ട് നിങ്ങൾ അനുഭവിക്കും. ആ സാന്നിധ്യത്തിൻ്റെ കളറാണ് നീലയായിട്ട് വരണത്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ തിരിയും കത്തിക്കുമ്പോൾ, നീലത്തിരി കത്തിക്കുമ്പോഴും ആ പച്ചത്തിരി കത്തിക്കുമ്പോഴും അതിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രത്യാശയും വിശ്വാസവും, നീലയിൽ വിശ്വാസവും പച്ചയിൽ പ്രത്യാശയുമാണ് നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥന മുന്നോട്ട് പോണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ അർത്ഥവത്തായി ഉടമ്പടി അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യത്തെ സംലഭ്യമാക്കി ഉടമ്പടിയിലൂടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇപ്പൊ കത്തോലിക്കയുടെ പള്ളികളിലെല്ലാം നോക്കിയേ, അല്ലെങ്കിൽ യാക്കോബൈസിൻ്റെയും ഓർത്തഡോക്സിൻ്റെയും പള്ളികളിൽ നോക്കിയേ, ഉടമ്പടി എടുത്ത ആൾക്കാർ ഇന്ന് വരെ പള്ളി കാണാത്ത ആൾക്കാരെ അവിടുത്തെ വികാരിച്ചന്മാർ കാണുന്നുണ്ട്. ഇന്ന് വരെ പള്ളി കാണാത്ത ആൾക്കാരെ വികാരിച്ചന്മാർ കാണുമ്പോഴത്തേക്ക് ചേട്ടാ ഇത്രയും നാളെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചേട്ടാ പത്താൻ പറ്റിപ്പോയി, ഇപ്പം എങ്ങനെ വന്നു? ഇപ്പോൾ ഉടമ്പടി എടുത്തെന്ന് പറയാം. അതാണ് സംഭവം. എത്രയോ മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ബൗദ്ധികമായ ഔന്നത്യം കൊണ്ടും വിദ്യാഭ്യാസത്തിൻ്റെ മേൽക്കോയ്മ കൊണ്ടും പള്ളിയിൽ വന്നാൽ മുട്ട പോലെ നിൽക്കുക, കുർബാന എഴുന്നള്ളിക്കുമ്പോഴും നിൽക്കുക മാത്രം ചെയ്യുന്നവർ നമുക്ക് പള്ളി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴവരെ എളിമ പഠിച്ചു പോയി. കർത്താവ് ഉയർന്നു വരുമ്പോൾ അവർക്കറിയാം ആരാണ് ഉയർന്നു വരണമെന്ന്. ഇപ്പോൾ അവർ മുട്ടയിൽ നിൽക്കും. അവർ തന്നെയാണ് ഓട്ടോറിക്ഷക്കാർക്ക് പത്രം കൊടുക്കുന്നത്, കൃപാസനം പത്രം. അപ്പോൾ ഓട്ടോറിക്ഷക്കാർ ചോദിക്കും, ചേച്ചി ഇത്രയും പഠിച്ചിട്ട് പോലും ഇത്രയും വിഡ്ഢിത്തരം കാണിക്കണേ എന്താണ്? അപ്പോൾ ചേച്ചി തിരിച്ചു പറയും, ഈ വിഡ്ഢിത്തരം നിനക്ക് ഈ അനുഭവം ഉണ്ടാകുമ്പോൾ മാറിക്കൊള്ളൂ എന്ന് പറയും. ആരാണ്? നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വിഡ്ഢിത്തരമില്ലേ, അത് എൻ്റെ അനുഭവം, ദൈവത്തിൻ്റെ അനുഭവം നിനക്കുണ്ടാകുമ്പോൾ അത് മാറും. അപ്പോൾ അത് വീണ്ടും അവരത് കൊടുത്തുകൊണ്ടേയിരിക്കും. എന്താ കാര്യം? പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ശക്തിയാണ്. അതിൻ്റെ അത്രയും ശക്തി വേറെ എന്തിനുണ്ടെന്നും എനിക്കറിയാൻ പാടില്ല. എനിക്കത് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ 2 പോയിൻ്റ് കൂടുതലാണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണത്. അപ്പം നിങ്ങൾ ചോദിക്കും, അച്ഛൻ എന്താ അങ്ങനെ പറയണത്? അങ്ങനെ പറയാൻ കാരണം
ക്രിസ്തുവിനെ അറിയാതെ നമ്മുടെ രോഗി അവൻ്റെ വചനം കേൾക്കുക. ഇപ്പം ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിക്കുമെന്ന് പറയുന്നത് ആരാണ്? ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ അറിയിക്കണത് ആരാണ്? പരിശുദ്ധ പ്രവർത്തനങ്ങളിലൂടെയാണ്. അറിഞ്ഞു കഴിയുമ്പോഴാണ് അവൻ പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നത് നമ്മളെ. അതുകൊണ്ട് എപ്പോഴും രോഗികളെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ 2 പോയിൻ്റ് കൂടുതലായിരിക്കും പത്രത്തിൻ്റെ പരിശുദ്ധ പ്രവർത്തനം ചെയ്യുന്നത്. കാര്യം എന്താ? നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ഇപ്പം 5 മണിക്കും 4 മണിക്കും ഇവിടെ ആൾക്കാർ വെളുപ്പിന് ക്യൂ നിൽക്കുന്നുണ്ടാകും പത്രത്തിന്. അവർ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് നിൽക്കണത്. അവരത് ചെയ്തിട്ടും കൊടുക്കണത് വരെ ഈ വിശ്വാസ പ്രമാണത്തിന് അവർ ചുണ്ടനങ്ങാതെ അവർ വിശ്വാസ പ്രമാണം തെറ്റിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ കൈമാറുന്നുള്ള ബോധ്യം അവർക്കുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അതിതീഷ്ണതയോടെ വിശ്വാസം കൈമാറാനും ജനങ്ങളിലെ സമാധാനവും സ്വസ്ഥതയും സൗഖ്യവും ധൈര്യവും ആത്മവിശ്വാസവും നിറയാനും എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പൊ അലക്സ് തോമസിന്റെ സാക്ഷ്യവും മെന്റുവിന്റെ സാക്ഷ്യവും നമ്മൾ കണ്ടു. അലക്സ് തോമസിന്റെ സാക്ഷ്യത്തിൽ 2 പ്രാവശ്യം, ഒന്ന് കരളിൻ്റെ ഓപ്പറേഷൻ നടക്കണ മുമ്പ് തന്നെ കരളിനെ സ്വീകരിക്കാനുള്ള ആൾ ഇൻഫെക്ഷനായി. എന്നിട്ടും അയാൾ മുന്നോട്ട് പോയി ഉടമ്പടി വിശ്വസിച്ചുകൊണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കരൾ കൊടുത്ത ആൾ സുഖപ്പെട്ട് വീട്ടിൽ പോയി. കരൾ സ്വീകരിച്ച ആളുടെ ബോധം പോയി, പിന്നെ ബോധം വന്നില്ല. എന്നിട്ടും അയാൾ മുന്നോട്ട് പോയി. അതാണ് ഉടമ്പടിയുടെ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞത്. അതാണ് ഉടമ്പടിയുടെ ഒരു ഗ്യാരണ്ടി ഉണ്ട്. അതെന്താണ്? എന്നിട്ടും മുന്നോട്ട് പോകാനുള്ള ഗ്യാരണ്ടിയാണ്. ഈ നമ്മുടെ മിൻറ്റുവിൻ്റെ സാക്ഷ്യത്തിൽ എന്താ പറയണത്? മിൻറ്റുവിൻ്റെ കുഞ്ഞിനെ എൻ്റെ ഗർഭമായിരിക്കുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടായി. ഓരോ ദിവസവും സ്കാൻ ചെയ്യുമ്പോഴും ഈ മുഴ വലുതായിക്കൊണ്ടിരിക്കുന്നത്, ചെറുതാകണില്ലത്. കൊച്ചിനേക്കാൾ സ്പീഡായിട്ട് മുഴ വലുതാകുകയും കൊച്ചിൻ്റെ ബ്ലഡും എല്ലാം മുഴ ഊറ്റി കുടിക്കുകയും ചെയ്യുമ്പോൾ കുട്ടി മരിക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് അപകടമാണെന്ന് പറയുമ്പോഴും അവർ മുന്നോട്ട് പോവുകയാണ്. എന്താണ്? വിശ്വസിച്ചുകൊണ്ട്. അപ്പം അങ്ങനെ മുന്നോട്ട് പോകാനുള്ള അടിസ്ഥാനം എന്താണ്? ആ അടിസ്ഥാനം 15 എന്തിൻ്റെ? പുറപ്പാട് 14:15. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 14:15. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. അതായത് ദൈവം എപ്പോഴും പറയുന്നത്, വൺസ് നിങ്ങൾ ഉടമ്പടി എടുത്താൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. ഇടയ്ക്ക് നിങ്ങൾ പറയും നമുക്ക് സ്പോൺസറായിട്ടുള്ള അറബി മരിച്ചു, അല്ലെങ്കിൽ ആ കോളേജ് പൂട്ടി എന്നൊക്കെ പറയും. ഞാൻ അത് യുക്രൈൻ യുദ്ധം ആദ്യം ഉണ്ടായ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മെഡിക്കൽ കോളേജിൽ ബോംബിട്ടായിരുന്നു. റഷ്യക്കാർ ബോംബിട്ടായിരുന്നു യുക്രൈനിലെ മെഡിക്കൽ കോളേജിൽ. അവരെല്ലാം രാത്രി അവിടെ നിന്ന് ഓടി, സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ നാട്ടിലെത്തി. അതിലൊരു പെങ്കൊച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഇനി എന്ത് ചെയ്യും? സർട്ടിഫിക്കറ്റ് അവിടെയാണ്, അത് ബോംബിട്ട് ആ ഹോസ്റ്റലിൽ ബോംബിട്ടിരിക്കുകയാണ്, കിട്ടാനുള്ള മാർഗ്ഗമൊന്നുമില്ല, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു, നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ബാക്കിയുള്ളത് ചെയ്യേണ്ടത് ആരാണ്? നമ്മളാണോ? അല്ല. ആരാണ്? കർത്താവാണ്. അപ്പോൾ കർത്താവ് ചെയ്യുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്ത് കർത്താവ്? മൈക്കിളെന്നും പറഞ്ഞ് വേറെ ഒരാളെ, വേറെ ഒരു ഏജൻസിനെ കൊണ്ടുവന്ന് മുട്ടിച്ചു കൊടുത്തു ഉടമ്പടി എടുത്തപ്പോൾ. അയാൾ ഇവരെ ലാൻഡ് ചെയ്യിച്ച് അവിടെ കൊണ്ടുപോയി വേറൊരു കോളേജിൽ. ആ കോളേജിൽ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ പറഞ്ഞ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ നിങ്ങൾ അവിടെ പഠിച്ച 2 കൊല്ലം ഞാനിവിടെ ഇളച്ചു തരാം,
3-4 കൊല്ലമായിട്ട് ഇവിടെ നിങ്ങളെ പഠിച്ച എന്തൊരു ഭാഗ്യമാണ്. അതായത് ശത്രുക്കൾ നമ്മുടെ പഠന ഇൻസ്റ്റിറ്റ്യൂഷൻ ബോംബിട്ട് കളഞ്ഞാലും വിദ്യാഭ്യാസം ബോംബിട്ട് കളഞ്ഞിട്ടില്ല, കർത്താവ് സംരക്ഷിക്കണത്. എന്നിട്ട് അവസാനം രാത്രി ആ രാജ്യത്ത് പോയി ട്രെയിനിൽ പോയി ആ ഹോസ്റ്റൽ തുറന്ന് ആ ഹോസ്റ്റൽ ഉടമയെ കണ്ട് ഹോസ്റ്റൽ തുറന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് ഈ കോളേജിൽ കൊടുക്കും. അപ്പോൾ ഒന്നും അവസാനിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നു? ഉടമ്പടിയുടെ ചൈതന്യത്തിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത്, വെറുതെ മുന്നോട്ട് പോകാനല്ല, കണ്ണും പൂട്ടിക്കെട്ടി മുന്നോട്ട് പോകാനല്ല പറയണത്. ഉടമ്പടിയുടെ ചൈതന്യത്തിലെ ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ട്, ഉടമ്പടിയുടെ ആതുര സേവനങ്ങൾ ചെയ്തുകൊണ്ട്, ഉടമ്പടിയുടെ വിശ്വാസങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട്, ഉടമ്പടി അർത്ഥം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കൂട്ടുകാർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ട്, ഉടമ്പടി പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഉടമ്പടി സാക്ഷിയായി മുന്നോട്ട് പോകാൻ നിങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ദൈവപിതാവേ ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിടും ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളുടെ ഒരു പ്രത്യേകത, ഈ സാക്ഷ്യം പറയാൻ വരുന്ന ആൾക്കാർ, ഇപ്പോൾ അലക്സ് തോമസിൻ്റെ സാക്ഷ്യം തന്നെ തുടങ്ങണത് എന്താണ്? അയാൾ ജനങ്ങളെ മുഴുവനും സുവിശേഷത്തിൽ സ്നാനം ചെയ്യിച്ചുകൊണ്ടാണ് അയാൾ സാക്ഷ്യം തുടങ്ങണത്. എന്താ അദ്ദേഹം പറയണത്? ഉടമ്പടിയുടെ ജീവിതത്തിലൂടെയാണ് ഞാൻ ഉടമ്പടി ജീവിതമാണ് ജീവിക്കണത്. ഈ ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഉടമ്പടി ജീവിതമാണ് ജീവിക്കണത് എന്നാ പറയണത്. എന്ന് പറയും, എനിക്ക് ആദ്യം പറയാനുള്ളത് ഉടമ്പടി എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തിൽ നമ്മളെ വളർത്തുന്ന ദൈവിക പദ്ധതിയാണ്. എന്തിനാണ്? നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മൾ മുൻകൂട്ടി ചെയ്യാനുള്ള സൽപ്രവൃത്തികളെ ചെയ്യാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചെങ്കിൽ ആ സൽപ്രവൃത്തികൾ ചെയ്യാനുള്ള നമ്മളെക്കുറിച്ചുള്ള സൃഷ്ടി ലക്ഷ്യങ്ങളെ കുറച്ചുകൂടി ത്വരിതപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ഉടമ്പടി നൽകിയത്. മാതാവിന് ഈ ലേമൻ എന്ന് പറയുന്ന സാധാരണ വിശ്വാസി എന്തൊരു ഗുരുതരമായ രീതിയിലാണ് ഇപ്പോഴ് സാക്ഷ്യം വഹിക്കുന്നത്. അയാളെ കോട്ട് ചെയ്ത വചനം എഫെസ്യസ് 2:10 കോട്ട് ചെയ്തിട്ടുണ്ട്. വി ആർ ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ. ബാംഗ്ലൂരിയനാണ്, മലയാളിയാണ്, അവിടെ സെറ്റിൽഡാണ്. പറഞ്ഞത് ഞാൻ ഉടമ്പടി പഠിച്ച ഇതാണ്, എഫെസ്യസ് 2:10 എന്താണ്? വി ആർ ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ. PSC ബൈബിൾ എഴുതിയിരിക്കണത് നമ്മൾ കർത്താവിൻ്റെ കരവേലയാണ്. വായിച്ചേ നാം ദൈവത്തിന്റെ കരവേലയാണ്. 2:10 പറഞ്ഞ നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ ദൈവികമായി ലക്ഷ്യത്തെ സാർത്ഥകമാക്കുകയാണ് ഉടമ്പടി ചെയ്യണത്. എന്താ ചെയ്യണത്? നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ് നമ്മൾ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപാസനത്തെക്കുറിച്ച് മാസ്റ്റർ പ്ലാനുണ്ട്. എനിക്കതില്ലായിരുന്നു, എനിക്കറിയത്തില്ല. കാര്യം വെച്ചാൽ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ഇത്രയും ചെറിയ സ്ഥലമോ, എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ ഇരിക്കണത്? ഇത്രയും ചെറിയ സ്ഥലത്ത് വേർത്ത് പുഴുങ്ങിയിരിക്കുന്നതിലാണ് ഉടമ്പടി ഇരിക്കണത്. കാര്യം എന്താണ്? വിശ്വാസമില്ലാത്തവന്, ത്യാഗമില്ലാത്തവന് കൃപാസനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. കാര്യം പള്ളികളെല്ലാം AC ആക്കിക്കൊണ്ടിരിക്കുകയും പള്ളികളെല്ലാം ആളൊഴിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിശ്വാസ പരിത്യാഗത്തിൻ്റെ അല്ല, അവിശ്വാസത്തിൻ്റെ ഒരു കാലമാണ്. കാര്യം AC ആക്കിയില്ലെങ്കിൽ ആ പള്ളി പോണില്ല ആൾക്കാർ. ഒരു പള്ളിയുടെ ഗ്രേഡ് നോക്കണത് അത് AC ആണോ അല്ലേന്നാണ്. അവിടെ ദൈവമാണോ ഉണ്ടായില്ലേ എന്നല്ല പ്രശ്നം. പല പള്ളികളും ഇപ്പോൾ AC ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ? AC ആയില്ലെങ്കിൽ ആളെ കിട്ടത്തില്ല. ഈ AC എന്നോട് ഞാനൊരു 2016
അമ്മ എന്നൊരു സ്വപ്നം കാണിച്ചായിരുന്നു. അപ്പോഴിതൊരു ഓലച്ചാർത്ത് പോലുള്ള സംഭവമാണ്. എപ്പോഴും നിങ്ങളോട് പറയും ഞാനത്. അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഓലച്ചാർത്ത് ഈ തൂവാനടിക്കാതിരിക്കാൻ വേണ്ടി ഓലപ്പാകി ഒരു നൂലെ കെട്ടി ഇറക്കുന്ന ഒരു പാവപ്പെട്ട പള്ളി. പക്ഷെ സ്റ്റീൽ കൊണ്ട് ഗോഡെന്ന് എഴുതി വെച്ചിരിക്കണം. അപ്പം ഞാനാണ് ഈ ഓല തൂക്കണത്. അപ്പം അന്ന് ഞാൻ ഈ ജോമോളോടൊക്കെ പറഞ്ഞായിരുന്നു. കാര്യം അവരാണ് എൻ്റെ ഈ ജീവചരിത്രം എഴുതിയിരിക്കുന്ന കാരണം അത് ദൈവാനുഭവങ്ങൾ അവരോട് പറയിടക്കും. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞായിരുന്നു ഇങ്ങനെയൊരു സംഭവം കണ്ടത്. അപ്പോൾ ഇവരെന്നോട് പറയും കത്തിയിടൽ കാണുന്നതാണ്. ഞാൻ പറഞ്ഞു മണ്ണാങ്കട്ട കത്തിയിടല്ല, അതൊന്നും ഇവിടെ ഉണ്ടാകത്തില്ലെന്ന് പറയും. ഇവിടെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള എല്ലാ ജനങ്ങളാണ്. അല്ലാതെ ഇത് വരുമ്പോൾ ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്, ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അല്ല, ഇത് കർത്താവ് ഇരിക്കേണ്ട ഒരു ആലയം, എൻ്റെ കണ്ണിലൊപ്പുന്ന ഒരു ചാപ്പറ പോലുള്ള ഒരു ലളിതമായ സ്ഥലമാണ്. ഇവിടെ ആർക്കും വരാം, കണ്ണീര് കർത്താവ് മാതാവിനോട് പറയാം. നിൻ്റെ ജാതിയും മതവും നോക്കാതെ നിൻ്റെ വേദന മാത്രം നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കരുണയുടെ കരങ്ങൾ നിൻ്റെയൊക്കെ നീണ്ടുവരാൻ വേണ്ടി ലളിതമായി ചെയ്തിരിക്കുന്ന ദൈവ സംവിധാനമാണിത്. അത് കേൾക്കുമ്പോൾ മനസ്സിലായി കാണും. ഞാൻ അവരോടന്ന് പറയുമായിരുന്നു ഇവിടെ എല്ലാ ജനങ്ങളും വരുമെന്ന് പറയുമായിരുന്നു. അത് കാര്യം ഗോഡെന്നല്ലേ ഉള്ളു, ക്രിസ്തു എന്നില്ലല്ലോ. കുരിശൻ സ്വപ്നത്തിലില്ല. ഗോഡ് ദൈവം ജനങ്ങളുടെ കണ്ണീരിലുള്ള ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നൊരു ഇടമാണ്. അതിനൊരു പ്രതീകമായിട്ടാണ് അമ്മയും ദിവ്യകാരുണ്യത്തിൽ ഈശോയും നിങ്ങൾക്ക് സാന്ത്വനം നൽകണത്. പക്ഷെ എന്താ, എല്ലാവർക്കും വരാനും അതേസമയം തന്നെ അവരുടെ കണ്ണുനീരിൻ്റെ കാലത്ത് അവർക്ക് കഴിഞ്ഞു പോകാനും കടന്നു പോകാനും അതിജീവിക്കാനും ഒരിടം, അത്രയേ ഉള്ളൂ. വേറെ ഒരു ലക്ഷ്യവും ഇതുകൊണ്ട് ദൈവത്തിനില്ല, ഞങ്ങൾക്കും ഇല്ല. നിങ്ങൾ ചിലർ പറയും, ചില വന്നു പറയും ഇത് മതം മാറ്റ കേന്ദ്രമാണ്. ഞാൻ എന്ത് വിഡിത നിങ്ങൾ പറയണം? ഞങ്ങൾ ആരെങ്കിലും ഇതുവരെ മതം മാറ്റിയിട്ടുണ്ടോ? ഇവിടെ വേദന ക്യാൻസറും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ക്രിസ്ത്യാനിയാണോ നീ ഹിന്ദുവാണോ മുസ്ലിമാണോ വരും ചോദിക്കുക അല്ലേ? ക്യാൻസർ 4ാം സ്റ്റേജാണെന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ നോക്കട്ടെ ഇതിൻ്റെ കാർഡെടുത്ത് എന്ന് നമ്മൾ പറയാമോ? ഇല്ല. നമ്മൾ ട്രീറ്റ് ചെയ്യണത് ആ വ്യക്തിയുടെ വേദനകളാണ് ട്രീറ്റ് ചെയ്യണത്. ആ ദൈവം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ചെയ്യണേ എന്നുള്ളതാണ് നമ്മുടെ ദൈവത്തോടുള്ള കണ്ണീരുള്ള പ്രാർത്ഥന. വേറെ എന്താ ഒരു പ്രാർത്ഥന? ഒന്നുമില്ല. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം, സമാധാനമായിട്ട് ജീവിക്കണം. ഇന്നത്തെ കാലത്ത് ഓരോ സ്ഥലത്തൊക്കെ പോയി ലക്ഷങ്ങളും കോടികളാകുമ്പോൾ മാതാവിനോട് പറയാം, മാതാവേ കഞ്ഞിക്ക് വകയില്ലാത്തവരും അമ്മയുടെ മുമ്പിൽ വരുമ്പോൾ സോളമനെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കും, അങ്ങയുടെ കരുണയുടെ കരങ്ങൾ അവിടെ മേലും നീട്ടണമെന്ന്. അത്രയേ ഉള്ളൂ. വെരി സിമ്പിളാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ വക്രത, വഞ്ചന, വ്യഭിചാരം, അതുപോലെ തന്നെ തൻപോരിമ, അഹങ്കാരം, അങ്ങനെ എല്ലാ ദൈവത്തിന് നിരക്കാത്ത എല്ലാ സ്വഭാവങ്ങളും ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന് പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ജീവിതം പ്രകൃതിയെ പുനഃക്രമീകരിക്കണം. അപ്പോൾ ഉടമ്പടി പെട്ടെന്ന് കത്താൻ തുടങ്ങും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണെന്ന്. എന്നിട്ട് ഈ അലസ് തോമസ് വേറൊരു കാര്യം പറയും. എനിക്കാണതൊരു മോഡൽ സാക്ഷ്യമാണ്, മാതൃകാ സാക്ഷ്യം. ആദ്യം അവരനുഭവിച്ച ദൈവത്തിനെക്കുറിച്ച് അവരുടെ അനുഭവ പാഠങ്ങൾ അയാൾ പറയും, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജൻ, ബട്ട് ഇറ്റ്സ് എ റിലേഷൻ. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മതമല്ല, പിന്നെന്താണ്? അതൊരു ബന്ധമാണ്. ഇത് അലസ് തോമസ് പറഞ്ഞതാണ്. ഇത്രയും പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലിവറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. അത് 4 സാക്ഷ്യം പറഞ്ഞു അദ്ദേഹം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞിടത്തേ ഉള്ളൂ. അതുപോലെ ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജൻ, അതൊരു മതമല്ല, പിന്നെന്താണ്? അതൊരു റിലേഷനാണ്. എന്താ കാര്യം? ദൈവമായിട്ടുള്ള ഒരു ബന്ധം. അത് ബന്ധമാകുമ്പോഴേ അതൊരു കവനൻ്റ് റിലേഷനാണ്, ഉഭയകക്ഷി റിലേഷനാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നു, പാലിക്കുന്നു. ദൈവം നമ്മുടെ കണ്ണുനീരൊപ്പുന്നു. കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സഹായിക്കാൻ പറ്റുന്ന, ദൈവത്തിനും നമ്മളെ സഹായിക്കാൻ പറ്റുന്ന
വിശുദ്ധിയുടെ ഒരു ഫോർമാറ്റിലേക്ക് നമ്മളെ തന്നെ സുവിശേഷവിഹിതമായി പുനഃക്രമീകരിക്കുകയാണ് ഉടമ്പടിയുടെ ആധ്യാത്മിക ലക്ഷ്യം. ശ്രുതികട്ടെ ഹല്ലേലൂയ. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം നിഴൽ വിരിക്കും. ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിൻ്റെ മഹത്വം നിഴൽ വിരിക്കും. ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവഭയത്തോടെ അതിനെ സമീപിക്കുവാൻ, വിശ്വസ്തയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് സാക്ഷികളാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നാളിതുവരെ വാസ്ത്രത്തിൽ വന്ന് ഉടമ്പടി എടുത്തു പോയിട്ടുള്ള എല്ലാ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ടു ദൈവ പൈതലേ. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ടു ദൈവ പൈതലേ. ദൈവത്തിൻ്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുവാരിക്കരണി കൃപ നിറയും. ദൈവത്തിൻ്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുവാരിക്കരണി കൃപ നിറയും. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മോശയ്ക്ക് അങ്ങ് വട്ടി നൽകിയതുപോലെ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് നൽകിയ നേർച്ച വസ്തുക്കളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശ്വാസത്തോടെ അത് പ്രയോഗിക്കുവാൻ, ഞങ്ങളുടെ ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് ഉപയോഗിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. പൊളിഞ്ഞിരിക്കും മതിലെന്നോ ചരിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ, മതിലെന്നോ ചരിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ, നിന്ദനം കേട്ടിടത്തു നിന്നെ ഉയർത്തി ഉന്നതനാവേശു ഒരു പ്രവൃത്തി ചെയ്യും. നിന്ദനം കേട്ടിടത്തു നിന്നെ ഉയർത്തി ഉന്നതനാവേശു ഒരു പ്രവൃത്തി ചെയ്യും. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തി
ചെയ്യാൻ പോകുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ ഉടമ്പടി വിശ്വാസയാത്രയില് അടയാളങ്ങൾ കാണാത്തപ്പോഴും ശരിയായ പോലെ തീക്ഷ്ണതയോടെ ജ്വലിച്ച് ഉടമ്പടി നിബന്ധനകൾ വിശ്വാസപൂർവ്വം വിശ്വസ്തതാപൂർവ്വം പാലിച്ച് മുന്നോട്ട് തന്നെ പോകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. കേൾവി മാത്രമെന്ന് ജനം പറയും, തക്ക വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. കേൾവി മാത്രമെന്ന് ജനം പറയും, തക്ക വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. തടവറ പൊട്ടിക്കാൻ ദൈവം നിന്നെ നയിച്ചിടും, ഇടറും ബലവും ദൂതന്മാരാൽ നിന്നെ നയിച്ചിടും. തടവറ പൊട്ടിക്കാൻ ദൈവം നിന്നെ നയിച്ചിടും, ഇടവും ബലവും ദൂതന്മാരാൽ നിന്നെ നയിച്ചിടും. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടിയിൽ ഞങ്ങളെ വെച്ചിരിക്കുന്ന ഉണക്കക്കമ്പുകളെ യേശുവേ തളിർത്ത വടികളാക്കി രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിത മരുഭൂമിയിൽ യേശുവേ ദാഹജലമായി യേശുവേ അങ്ങ് തന്നെ കൂടെ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉടമ്പടിയിലെ കണക്കുവടികൾ തളിർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉടമ്പടി യേശുവേ പുഷ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, മഹത്വം, മഹത്വം. ആരാധന, ആരാധന. പ്രൈസ് പ്രൈസ് ലോർഡ്. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്കും ഓൺലൈൻ ഈ പ്രാർത്ഥന എപ്പോഴെല്ലാം ആരെല്ലാം കൂടുന്നു അവരിലേക്കും സൗഖ്യത്തിൻ്റെ അടയാളം ലഭിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അപ്പാ, സ്വർഗീയപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഞങ്ങൾ കൈനീട്ടി പ്രാർത്ഥിക്കുന്നപ്പാ, അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ഇവിടെ തീർത്ഥാടനത്തെ പ്രാർത്ഥിക്കുന്നവരെല്ലാം ഓൺലൈൻ പ്രാർത്ഥന ലോകത്തിലെ ആഗോളമായിട്ട് ആരെല്ലാം എപ്പോഴെല്ലാം കൂടുന്നു അവർക്കെല്ലാം ഉണ്ടാകുന്ന ഓരോ രോഗങ്ങളും അപ്പാ യേശുക്രിസ്തു നാമത്തിൽ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്നുകൊണ്ട് ആശ്രയിച്ച് വിശ്വസിച്ച് പ്രത്യാശിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കർത്താവേ നിരാശയോടെ പോകാൻ ഇടയാക്കല്ലേ. ശരീരത്തിലെ മുഴകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിസർപ്പ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യമാകട്ടെ. മുടി കഴിയുന്ന അവസ്ഥകൾ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ അസ്ഥികൾ, പേശികൾ, ആന്തരിക കോശങ്ങൾ, ആന്തരിക അവയവങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പുട്ടുകൊണ്ട് മഹത്വപ്പെടുത്തണമേ. നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ, നാഥാവരേണമേ,
മരുമകളെ ഉടമ്പടി എടുത്ത് ചിലരെ ഉഴപ്പി പോയിട്ടുണ്ട്. പക്ഷേ അവർ വന്ന് പിന്നീട് പെട്ടെന്ന് സാക്ഷ്യം പറയും. അപ്പോൾ അവർ പറയണത് ഞങ്ങൾ ഉടമ്പടി ഉഴപ്പിയത് കാരണം കർത്താവ് ആ ഉടമ്പടി വിസ്മരിച്ചെന്നാണ് ഓർത്തതെന്ന്. പക്ഷേ ഞങ്ങൾ വിസ്മരിച്ചിട്ട് ഞങ്ങളുടെ ഉടമ്പടി കർത്താവ് വിസ്മരിച്ചിട്ടില്ല. ആ എന്താണെന്ന് നിയോഗത്തിൽ എഴുതിയിരിക്കണത് അതെല്ലാം ഇപ്പോഴ് നിറവേറിയിരിക്കണമെന്ന്. ഉടമ്പടി എടുത്തുപോയി എല്ലാ മക്കളെയും ഇപ്പോഴും സമർപ്പിക്കുകയാണ്. ഉടമ്പടിയിൽ എന്തെങ്കിലും പ്രത്യേക സമ്മർദ്ദം കൊണ്ട് വീഴ്ച വന്നു പോയവരെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് സമർപ്പിക്കുന്ന, അവിടെ കണ്ണുനീര് ദൈവം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുന്ന, കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മോശയെപ്പോലെ അബ്രാഹത്തെപ്പോലെ കർത്താവേ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അഭിമലേക്ക് കയറുമ്പോൾ യുദ്ധത്തിൽ മോസസ് മുട്ട നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അഹ്റോനും ഹൂറും കർത്താവെ മോസസിൻ്റെ വിരിച്ച കൈകൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചതുപോലെ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഉയർത്തിയ കൈകളുമായി മാധ്യസ്ഥം വഹിക്കുന്നു കർത്താവെ. ഉടമ്പടി എടുത്ത് ഓരോ മകനെയും മകളെയും വീണുപോയവരെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ താങ്ങിപ്പിടിക്കുന്നു കർത്താവെ. അഹ്റോനും ഹൂറും മോസസിനെ താങ്ങിപ്പിടിച്ചതുപോലെ കർത്താവെ മധ്യസ്ഥ പ്രാർത്ഥന താങ്ങിപ്പിടിക്കാൻ ഇടമുള്ളത് കൊണ്ട് കർത്താവെ ആ ഉടമ്പടി വീണു പോകാൻ പോകുന്നവരെ ഞങ്ങൾ വിശ്വാസത്താൽ പ്രാർത്ഥനയാൽ പ്രത്യാശയാൽ താങ്ങിപ്പിടിക്കുന്ന കർത്താവെ. നിന്റെ തിരുമുറന്ന് വലത്തുകാരൻ കർത്താവെ ഉടമ്പടി എടുത്തുപോയ എല്ലാ മക്കളെയും ഇവിടെ തീർത്ഥാടനത്തെ പ്രാർത്ഥിക്കുന്നവരെയും ഇന്ന് ഉടമ്പടി എടുക്കാൻ പോകുന്നവരെയും കർത്താവിൻ്റെ കണ്ണച്ചൊരിയട്ടെ. ശ്രുതികട്ടെ. സൗഖ്യം നൽകണമേ, വരേണമേ, എങ്ങൾ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും കർത്താവെ. ഉടമ്പടി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചവരുണ്ട് കർത്താവെ. അവർ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ തന്നെ കർത്താവെ പ്രത്യേക ഡേറ്റിലേക്കുള്ളിൽ കർത്താവെ അവിടെ കണ്ണുനീരിൻ്റെ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ അനുഭവിക്കാൻ പോകുന്നവരുണ്ട് കർത്താവെ. അവരെല്ലാം കർത്താവെ ഇപ്പോൾ അൾത്താറെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സകല വിശുദ്ധന്മാരും മാലാഖമാരും രക്തസാക്ഷിയുടെ മാധ്യസ്ഥത്തിൽ അവരുടെ ഉടമ്പടിയെ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന കർത്താവെ. ദൈവത്തിൻ്റെ കരുണ പെരുമഴ പോലെ ചൊരിയട്ടെ. ശ്രദ്ധിക്കട്ടെ. ആരാധന ആരാധന ദിവ്യനാമേ ആരാധന. വരേണമേ, എങ്ങൾ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. വിവിധ ജീവിത ദുരിതങ്ങളെ മാറുന്നതിന് വേണ്ടി കണ്ണീരിട്ട് ഉടമ്പടി എടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, പോസ്കോ കേസിൽ അകപ്പെട്ട മക്കളെ ഞങ്ങളെ ഇപ്പോൾ അൾത്താരെ സമർപ്പിക്കുന്ന നിശ്ചയം അവർക്ക് മനഃശാന്തം ഉണ്ടാകാനും അവർക്ക് ദൈവത്തിനെ അനുഭവിക്കാൻ പറ്റിയൊരു കാലം അവർക്ക് തിരിച്ചു കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോ സാമ്പത്തികമായ തകർച്ചയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിക്കാൻ മാർഗമില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ കടകമ്പോളങ്ങളും വ്യവസായ വ്യാപാരങ്ങളും അടഞ്ഞുപോയ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഏജന്റുമാർക്ക് പണം കൊടുത്തതിന് ശേഷം തിരിച്ചു കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിനുള്ള യോഗ്യത പരീക്ഷയിൽ ഇരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്ന, പരീക്ഷ കർത്താവ് റിസൾട്ട് മോശമായിക്കൊണ്ടതുകൊണ്ട് ജീവിതം ദുരിതിച്ച് നിൽക്കുന്നവരെ, വിറങ്ങലിച്ച് ജീവിതത്തിൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് നിൽക്കുന്നവരുടെ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ വീണ്ടെടുക്കപ്പെടട്ടെ. ശ്രുതിക്കട്ടെ. നന്ദി. വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഡൈവേഴ്സിലായിപ്പോയിട്ടുള്ള ഭർത്താവും ഭാര്യയും
വിവാഹബന്ധം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ, തെറ്റായ പ്രണയത്തിൽ അകപ്പെട്ടിട്ട് തലയൂരാൻ പറ്റാതെ വിഷമിക്കുന്നവർ, കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവർ, കുടുംബത്തെ കാണാക്കാത്തവർ, പുറപ്പെട്ടു പോയവർ, കാണാതെ പോയ പണം, കാണാതെ പോയ മനുഷ്യർ, ആ മേഖലയിലെല്ലാം ദൈവത്തിൻ്റെ കരുണ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ എത്രയും വേഗം സാക്ഷികളാകാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ശ്രദ്ധിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ശ്രദ്ധിക്കട്ടെ. വിട്ടുപോയവര്, വാങ്ങിപ്പോയവര്, ഇവിടെ പറഞ്ഞു പോയവര് അവിടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാണാതെ പോയവർ കർത്താവ് തിരികെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാമ്പത്തിക തകർച്ച വന്നവരോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജീവിത ദുരിതങ്ങൾ വന്നുപോയവരെ, ഡൈവേഴ്സിലായിപ്പോയവരെയും, വിവാഹം ഒത്തുവരാത്തവരെയും, മക്കളില്ലാത്തവരെയും, ഭാര്യാഭർത്തക്കന്മാർ അകന്ന് കഴിഞ്ഞും ഒഴിഞ്ഞും കർത്താവെ വിഘടിച്ച് ജീവിക്കുന്നവരെ, കേസിലാകപ്പെട്ടവർ, കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗോടമ്പടി നടക്കാത്തവരെ, ഭാഗോടമ്പടി കേസുള്ളവരെ എല്ലാം യേശുവിനെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാവരും മുട്ടനിക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി. എല്ലാവരും മുട്ടയെന്ന് ആശീർവാദം വാങ്ങിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന, ഉടമ്പടി പുതുക്കി സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടി ജീവിതത്തിൽ അടയാളങ്ങൾ കാണാത്തപ്പോഴും വിശ്വാസം പ്രയോഗിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോകുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ,
ആമേൻ.